കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the holy name of our Lord. കർത്താവിന്റെ പാദപീഠത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുക. We extend our sweet greetings to all the brothers and sisters who has gathered here in the name of our Lord who is written. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാം എന്നുള്ള വാഗ്ദത്ത പ്രകാരം നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. We praise God for He has, as according to His promise, wherever two or three are gathered together, He will come in their midst. നാം ഒരു ലോകാന്ത്യ നാളുകളിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു തിരുവായി മൊഴിഞ്ഞതും മുൻഗാമികളായ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ളതും കർത്താവിനെ അനുഗമിച്ച സ്ലീഹന്മാർ പറഞ്ഞിട്ടുള്ളതൊക്കെയും ഈ ലോകാന്ത്യ നാളുകളിൽ നിറവേറിക്കൊണ്ടിരിക്കുക. We have come into the end days of this world. Whatever holy prophets have prophesied, and all our disciples of the Lord and the apostles, those who are spoken, all were fulfilling in this season. സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ ഒരു ഒരുക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്ത്യനാളുകളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. A great preparation is going on in heaven and in earth, and such an end time we are living. ആകയാൽ കർത്താവിന്റെ കൃപയാൽ യേശുവിന്റെ മടങ്ങിവരവിനായി നമുക്ക് ഒരുങ്ങാം. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. So by the grace of God, let us all prepare ourselves for the soon return of our Lord. May our God help all of us for the sake. ഹോശേയ പ്രവാചകൻ പറയുന്നു, വരുവീൻ നമുക്ക് യഹോവയുടെ അടുക്കൽ കയറി ചെല്ലാം. Prophet Hosea is telling, come and let us return unto the Lord. ഏതാണ്ട് BC 7-ാം ശതകത്തോടനുബന്ധിച്ച് യെരൂശലേമിൽ ജീവിച്ച ഇസ്രായേൽ പ്രവാചകണത്തിൽ ഒരുവനായിരുന്നു പ്രവാചകനായ ഹോശേയ. Prophet Hosea was a prophet who has lived in BC 700. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the holy name of the Lord. ഹോശേയ പ്രവാചകൻ പറയുന്നു, വരുവീൻ നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് കയറി ചെല്ലാം. Prophet Hosea is speaking here, come and let us return unto the Lord. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരികളായിരുന്നു നമ്മുടെ ചിന്താവിഷയം. We were meditating the initial words of Hosea chapter 6. വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the holy name of our Lord. കഴിഞ്ഞ രാത്രിയിൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നാം കയറി ചെല്ലുന്നത് എന്തിന് എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. Yesterday night we have meditated that on the basis of this verse, that why we have to return or we have to go to the Lord. ഹോശേയാവിന്റെ സമകാലികനായി ജീവിച്ച പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, യഹോവയായ യാഗിൽ നമുക്ക് ശാശ്വതമായ ഒരു പാറയുണ്ട്. The prophet Isaiah, who was living and prophesying the same time as Hosea, he was telling a great rock that Jehovah Jah is with us. ആ യഹോവയായ യാഗിലുള്ള ശാശ്വതമായ പാറയിലേക്ക് ദാവീദ് പോകുവാൻ ആഗ്രഹിക്കുക. And David is desiring to want to go into that everlasting rock that is Jehovah. ഒരിക്കൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഹൃദയം ക്ഷീണിതനാകുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നോട് നിലവിളിക്കുന്നു, ദൈവമേ എന്നെ ആ പാറയിലേക്കൊന്ന് നടത്തണമേ. Once David was praying likewise, when my heart is overwhelmed, and Lord, you lead me to that great high rock. ഈ പാറയെ ദാവീദ് രക്ഷയുടെ പാറ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. David was calling this same rock as the rock of his salvation. ഈ പാറയിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ ദാഹം തീർത്തു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. Paul is admonishing that from this rock the people of Israel, their thirst were quenched. ഈ പാറയിൽ നിന്നാണ് വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് എണ്ണയും തേനും ലഭിച്ചെന്ന് ഭക്തനായ മോശ തന്റെ അന്ത്യനാളുകളിൽ പാടുകയാണ്. Godly man Moses sing in his last days that from this rock the people of Israel got oil and wine. ഈ പാറയുടെ പിളർപ്പിലാണ് പുതിയ നിയമ സഭയായ പ്രാവ് വിശ്രമിക്കുന്നു എന്ന് മഹാനായ സോളമൻ ഉത്തമഗീത പുസ്തകത്തിൽ പാടിയിരിക്കുന്നതും നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. Also yesterday night we have already meditated that King Solomon was telling that the New Testament church, the bride, was residing in the stripes of this rock. ഭൂതലത്തിൽ ആർക്കും എന്നെ കാണാൻ സാധ്യമല്ല എന്ന് ദൈവം മോശയോട് പറഞ്ഞുവെങ്കിലും മോശ ഒരു പാറയുടെ പിളർപ്പിൽ നിന്ന് ദൈവ തേജസ് ദർശിച്ചു എന്നുള്ളതും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. God has told to Moses that nobody can see me directly
directly in this whole earth, but Moses being in the sweat of this rock, and behold the Lord. അതിലുപരിയായി പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത ഒരു പാറമേലാണ് ദൈവം നമ്മെ നിർത്തിയെന്നും ഒരു നാൾ നമ്മെ ആ പാറമേൽ ഉയർത്തുമെന്നും കഴിഞ്ഞ രാത്രി ചിന്തിക്കുകയുണ്ടായി. Moreover that, yesterday night we have meditated that our rock is that no gates of hell can prevail over that rock, and one day he will lift up upon this rock. ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് ആ തിരുവെഴുത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. Tonight let us go into the deep of that verse. ഹോശേയാവ് പറയുന്നു നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലാം. Prophet Hosea is telling that let us return unto the Lord. അവൻ നമ്മുടെ മുറിവുകളെയൊക്കെയും കെട്ടിത്തരും. He will heal and bind our wounds. അപ്പൊ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത്, So tonight we are going to meditate. നാം ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നാൽ ദൈവം നമ്മുടെ മുറിവുകളൊക്കെയും കെട്ടിത്തരും. If we return or if we go up to our Lord, He will heal or He will bind our wounds. അവിടെ ഹോശേയാവ് പറയുന്നു നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലാം. Here Prophet Hosea is telling, let us return or go up to our Lord. അവൻ നമ്മുടെ മുറിവുകളൊക്കെയും നമുക്ക് കെട്ടിത്തരും. He will bind all our wounds. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the holy name of our Lord. ഇന്ന് രാത്രിയിൽ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം. Tonight the Spirit of Lord should quicken our mind. നാം ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നാൽ ദൈവം നമ്മുടെ എല്ലാ മുറിവുകളെയും കെട്ടിത്തരും. If we return to our Lord, Lord will bind all our wounds. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ മുറിവേറ്റ മനുഷ്യനായിരുന്നില്ല. When God has initially created the man, he was not wounded. അവൻ ദൈവസ്വരൂപവും ദൈവത്തിന്റെ സാദൃശ്യമുള്ള മനുഷ്യനായിരുന്നു. He was in the image and the form of God himself. എന്നാൽ പിന്നീട് മാനവരാശി അനേക മുറിവുകൾ ഏറ്റതായി ബൈബിൾ നമ്മോട് പറയുക. And after that, the whole mankind has undergone many wounds. ഒരു മനുഷ്യനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ When we learn about one man, അവന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളേൽക്കാം. he in his physical body there should be wounds. ചിലപ്പോൾ അവന്റെ മനസ്സിൽ മുറിവേൽക്കാം. And in the another part, his mind may be affected by wounds. ചിലപ്പോഴൊക്കെയും അവന്റെ ഹൃദയത്തിൽ മുറിവേൽക്കാം. As another part, in his heart also there would be wounds. യിരെമ്യാവ് എന്ന പ്രവാചകൻ ഇസ്രായേലിന്റെ തകർച്ച കണ്ടിട്ട് Prophet Jeremiah, seeing the broken state of Israel, അദ്ദേഹം വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. he is telling in the book of Lamentations, സിയോൻ പുത്രിയേ, നിന്റെ മുറിവ് സമുദ്രം പോലെ വിശാലപ്പെട്ടതാണ്. O daughter of Zion, thy breach is great like a sea. ഇന്ന് രാത്രി സ്വർഗം നമ്മെ സഹായിക്കട്ടെ. Tonight heaven may help you. ഈ Help us. രാത്രിയിൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലാം. Tonight let us all return to our Lord. അവിടെ നമുക്ക് ആശ്രയമായ ഒരു ശാശ്വതമായ പാറയുണ്ട്. There is a everlasting rock which we can മുമ്പേ trust. നാം ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേട്ടല്ലോ. Sometime before we have heard a blessed testimony. ദീർഘവർഷം അവർ രോഗത്തിലും ദുഃഖത്തിലും നിരാശയിലുമായിരുന്നു. For many long years they were in great sickness and disappointment and in all agony. ഒരു ദിവസം അവർ യേശു എന്ന പാറയുടെ അടുക്കൽ പോയി. But one day they have went to the rock that is Jesus. അവർക്ക് വിടുതൽ ലഭിക്കുകയാണ്. And they have been delivered. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഉണർത്തിക്കൊണ്ടിരിക്കട്ടെ. Let the presence of Jesus revive our hearts. ഇന്ന് രാത്രി നമ്മുടെ മുറിവുകളെ കെട്ടുവാൻ കർത്താവ് നമ്മുടെ പന്തലിന്റെ നടുവിലുണ്ട്. Tonight our Lord Jesus is in our midst to heal our wounds. ഒരുപക്ഷേ നീ മാനസിക മുറിവേറ്റവനായിരിക്കാം. Maybe you have been wounded mentally. അല്ലെങ്കിൽ ശാരീരിക മുറിവുകളേറ്റവനായിരിക്കാം. Maybe you have been wounded physically. അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവുകളേറ്റവനായിരിക്കാം. Otherwise you have been wounded deeply in your heart. നല്ല നയനമനോഹരമായ വസ്ത്രമൊക്കെ അണിഞ്ഞ് You may be wearing good, beautiful garments. ആ സമൂഹ മധ്യേ നീ മാന്യനെ പോലെ ജീവിച്ചേക്കാം. In the society, you may be an honorable person. പക്ഷേ നിന്റെ ഉള്ള മുറിവേറ്റ് വൃണങ്ങളോടെയാണോ ഈ രാത്രി നീ വന്നിരിക്കുന്നത്? But is your mind or heart being wounded and coming into the presence of the Lord? നിന്റെ ഏത് മുറിവുകളായാലും ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നാൽ ദൈവം നിനക്ക് അത് കെട്ടിത്തരും. Whatever your wounds be, if you return to your Lord, He will surely heal thee. എന്താണ് ഹോശേയാവ് പറയുന്നത്?
What does the prophet Hosea tell? നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലാം. Come, let us return unto the Lord. അവൻ നമ്മുടെ മുറിവുകളെ കെട്ടിത്തരും. He will bind our wounds. പ്രിയ ദൈവ പൈതലേ, Oh dear child of God. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുക, Tonight Holy Spirit is speaking to you. നിന്റെ സകല മുറിവുകളെ അവൻ കെട്ടിത്തരും. He will heal all your wounds. നീ ഹൃദയത്തിൽ മുറിവേറ്റവനായി, If you are wounded in your heart, നീ മനസ്സിൽ മുറിവേറ്റവനായി, if you are wounded in your mind, നീ മനോവേദനപ്പെട്ടവനായി, if you have mental afflictions, ശാരീരിക വേദനയേറ്റവനായി, if you have physical നീ bindings, പാതാള വേദനയേറ്റവനായി, if you have pain of the hell, ഇന്ന് രാത്രി നീ ദൈവസന്നിധിയിലായിരിക്കുന്നുവോ? if you are come here in the presence of God, ഇവിടെ ഉണർവ് നടത്തുമ്പോൾ ബ്രദർ റോയി ഇപ്രകാരം പറഞ്ഞല്ലോ, while the revival was going on here, Brother Roy was telling like this. ഹാഗാറ് ചോദിക്കുക, Hagar was asking, എന്നെ കാണുന്നവൻ ഇവിടെയും എന്നെ കാണുന്നുവോ? oh, the one who is seeing me has seen me here ഇന്ന് also. രാത്രി ദൈവം നിന്നെ ഇവിടെയും കാണുകയാ. Yes, tonight the Lord is seeing you here. അവൻ നമ്മുടെ മുറിവുകളെല്ലാം കെട്ടിത്തരും. He will surely bind all your wounds. ഭക്തനായ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാ. Psalmist, the godly man, says like this. 147 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വരുമ്പോൾ Psalms 147 verse 3. അവൻ തന്റെ ജനത്തിന്റെ മുറിവുകളെല്ലാം കെട്ടിക്കൊടുക്കുന്നു. He healeth, or he bindeth up all the wounds of his ഇന്ന് people. രാത്രി നീ വിശ്വസിച്ചാൽ Tonight if you believe, നിശ്ചയമായും ദൈവത്തിന്റെ അത്ഭുതം നിന്റെ കണ്ണുകൊണ്ട് കാണും. surely you will behold the great glory of the Lord with ഒരുപക്ഷെ your eyes. ഭൂതലത്തിൽ ആർക്കും നിന്നെ സഹായിപ്പാൻ കഴിയാതെ ഇരുന്നേക്കാം. Maybe nobody can help you in this whole earth, എന്നാൽ നിന്നെ സഹായിപ്പാൻ യേശുവിന് കഴിയും. but the Lord Jesus can surely help നിന്റെ you. മുറിവുകളെ കെട്ടുവാൻ യേശുവിന് കഴിയും. Lord Jesus can surely bind your wounds, അവൻ സ്നേഹത്തോടെ നിന്റെ അടുക്കൽ നിൽക്കുക. and he is beside you with എന്താണ് love. ഭക്തന്മാർ പാടിയിരിക്കുന്നത്? What does the saintly people sang? 147 സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം When we read Psalm 147 verse 3, വായിച്ചാട്ടെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. അവരുടെ മുറിവുകളെ കെട്ടുകയും അവരുടെ ചെയ്യും. മുറിവുകളെ അവൻ കെട്ടുന്നു. he healeth the broken in heart and bindeth up their wounds. ആ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുക. He heal the broken in heart. ഒരുപക്ഷെ നിങ്ങളുടെ ശാരീരിക മുറിവിനെ ലോകം ഒരു പരിധിവരെ സൗഖ്യമാക്കിയേക്കാം. Maybe your physical wounds, this world, these people can heal you. പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ മുറിവിനെ സഹായിപ്പാൻ ലോകത്തിൽ ഒരിക്കൽ ഒരു മെഡിക്കൽ ഫീൽഡിനും സാധ്യമല്ല. But nobody in this whole earth, no medical science or field can heal your എന്നാൽ mental pain. ഇന്ന് രാത്രി തിരുവെഴുത്ത് പറയുകയാണ്, But what does scripture അവൻ says? മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു. He healeth the broken in heart. മുറിവേറ്റവരുടെ മുറിവുകളെ കെട്ടുന്നു. He bindeth up their wounds. ആ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ When we learn the scripture, അനേകം മുറിവേറ്റ മനുഷ്യരെ നമുക്ക് കാണാം. we see many people who had been wounded. ഏത് മുറിവുകളായാലും ദൈവം കെട്ടിത്തരും. Whatever the wounds be, our Lord is able to bind it. ഭക്തനായ യോബ് ഒരിക്കൽ പറയുക, Saintly man Job says like this. അസംഖ്യമായ വേദന തന്റെ പ്രാണനെ പിന്തുടർന്നു. His soul was lamenting over great pain. ദുരിതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ പിൻഗമിച്ചു. So many afflictions were following him. അപ്പോൾ അവൻ തന്റെ മനോവേദനയോട് അവൻ പറയുകയാണ്, And from his mental state, affliction, he was speaking ആ like this. ദൈവം മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നവരാണ്. Our God is a God who maketh sore and he bindeth us. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം. The book of Job, chapter 5, verse 18. ഈ യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ When we read the book of Job, chapter 5, verse 18, അവിടെ യോബ് പറയുകയാണ്, there Job is telling, ദൈവം മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനുമാണ്. for God he maketh sore and he bindeth up. ദൈവം നമ്മെ മുറിപ്പെടുത്തുമോ? How God will wound us? ആ ദൈവം നമ്മളെ മുറിപ്പെടുത്തുമോ? How God will wound us? നിശ്ചയമായും ദൈവം നമ്മെ മുറിപ്പെടുത്തും. Surely sometime God will make it a sore. ആ മുറിവുകളെ ദൈവം നമുക്ക് കെട്ടിത്തരും. That wound God himself will bind. എന്തിനാണ് ദൈവം നമ്മെ മുറിപ്പെടുത്തുന്നത്? Why God is wounding us? പലപ്പോഴും നമ്മുടെ ആശയക്കുഴപ്പമുള്ള ഒരു വിഷയമാണ്. This is a confusion statement for all of us. സ്നേഹവാനായ ദൈവമേ, Oh my loving Lord. കരുണാസമ്പന്നനായ ദൈവമേ, Oh my merciful Lord. ദീർഘക്ഷമയും
മഹാദയുള്ള ദൈവമേ, Oh my forgiving and loving Lord, നീ എന്റെ ജീവിതത്തിൽ മുറിവുകളെ വരുത്തുമോ? why you are giving wounds in my life? നിശ്ചയമായും ദൈവം നമ്മെ മുറിക്കുന്നവനും ആ മുറിവുകളെ കെട്ടുന്നവനുമാണ്. Surely our Lord is one who makes us sore and binding up our wounds. ഒരിക്കൽ ഒരു കുടുംബമാകെ തകർന്നുപോയി. Once upon a time, one family was totally broken. കുടുംബ ജീവിതമേ തകർന്നുപോയി. Their family life was totally ആ broken. സഹോദരിയും 2 കുഞ്ഞുങ്ങളും അനാഥപ്പെട്ടുപോയി. That sister and 2 children were like അപ്പോൾ orphans. അവൾ വളരെ മനോവേദനപ്പെടുന്ന അവസ്ഥയുണ്ടായി. And she was in a great mental agony. അവളെ സ്നേഹിച്ചവരെല്ലാം തള്ളിക്കളഞ്ഞു. Those who loved her all forsook her. അവൾ മനോവേദനയോടെ ദൈവത്തോട് കരയുമ്പോൾ And while she was crying aloud in the presence of അവളുടെ God, മൂത്ത മകൾ, അവൾ കൊച്ചുകുട്ടിയാണ്, her elder daughter, she was അവൾ വന്ന് അമ്മയോട് പറയുകയാണ്, that small daughter was telling അമ്മേ, her, ഒരു വൃക്ഷത്തിന്റെ ഒരുപാട് കൊമ്പുകൾ നിന്നാൽ വൃക്ഷത്തിന് ഭാരമല്ലേ? she was telling her mother, if there is so many branches for a tree, it will be a great burden for the tree. ആ ഒരു വൃക്ഷത്തിന് ധാരാളം ശിഖരങ്ങൾ നിന്നാൽ ആ വൃക്ഷത്തിന് ഭാരമല്ലേ? If there are many branches for a tree, it will be a great burden for it. ശക്തമായ കാറ്റ് പിടിച്ചാൽ ആ വൃക്ഷം വീണു പോകത്തില്ലേ? If there is strong wind or tempest, that tree will fall. ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ഭാരമായി തീരുമ്പോൾ When that branches of the tree is a burden, ആ വൃക്ഷത്തിന് ഒരിക്കലും അത് തനിയെ വെട്ടുവാൻ സാധ്യമല്ല. that tree cannot cut it off. എന്നാൽ ആ വൃക്ഷത്തിന്റെ നിലനിൽപ്പ് ഓർക്കുമ്പോൾ But in order for the tree to reside, പലപ്പോഴും ആ കൃഷിക്കാരൻ വൃക്ഷത്തെ ഓർത്ത് അതിന്റെ ശിഖരങ്ങൾ വെട്ടുകയാണ്. that gardener usually cut the branches of that tree. ആ പലപ്പോഴും അതിന്റെ ശിഖരങ്ങൾ വെട്ടിക്കളയുന്നു. Many times the branches of the tree will be cut. നമ്മുടെ യേശു എന്താണ് പറയുന്നത്? What our Jesus is telling, എന്റെ പിതാവ് നിങ്ങൾ ഏറെ കായ്ക്കേണ്ടതിന് നിങ്ങളുടെ കൊമ്പുകളെ വെട്ടിക്കളയുക. my Father will cut off the branches for you to bear fruit. ഒരുപക്ഷേ ആ കൊമ്പുകൾ വെട്ടുമ്പോൾ നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായിരിക്കാം. So if the Lord will do the same, you will experience great pain. ആ ബന്ധങ്ങൾ അറ്റുപോകുമ്പോൾ നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായിരിക്കാം. If that relationship are cut off, you will experience great നിങ്ങളെ pain. സ്നേഹിക്കുന്നവർ നിങ്ങളെ തള്ളിക്കളയുമ്പോൾ നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായിരിക്കാം. When those who love you will forsake you, you will experience great pain. എന്നാൽ നിങ്ങൾ ഒരു വലിയ സത്യം അറിഞ്ഞുകൊള്ളുവേ. But you should know this great truth, ആ ബന്ധങ്ങളും ശിഖരങ്ങളും നിങ്ങൾക്ക് ഭാരമായി തീരാതിരിക്കേണ്ടതിന് that relationships and that branches should not be a great burden to you. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് ആ ശിഖരങ്ങളെ വെട്ടിക്കളഞ്ഞത്. The loving Lord is cutting off all such branches from your life. നമ്മുടെ ദൈവം നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. Yes, our Lord will not do any harm for us. ഇല്ല, ദൈവവൈതലേ, നിന്റെ ദൈവം നിനക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. Yes, dear child of God, your loving Lord will not do any evil to you. ആ നിന്റെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളെ കണ്ടിട്ട് What all afflictions you are going through and seeing that, പലപ്പോഴും നീ മാനുഷ്യ ദൃഷ്ടിയിൽ വീക്ഷിക്കുകയാ. you may be seeing it with a human sight. അപ്പോൾ നിന്റെ മനോ ചിന്തകളിൽ പല കാര്യങ്ങളിൽ പിശാച് വാരി വിതറുകയാ. So in your mind at that time, the Satan is giving many thoughts. കർത്താവേ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? Oh Lord, why this is happening to me? എന്തുകൊണ്ട് ഞാൻ ഈ പാതയിൽ പോകേണ്ടി വരുന്നു? Why I should go through this particular path? എന്തുകൊണ്ട് നീ എന്നെ മുറിപ്പെടുത്തുന്നു? Why you are giving me wounds? പ്രിയ ദൈവവൈതലേ, Oh dear child of നിന്റെ God, കഴിഞ്ഞകാല ജീവിതത്തിലെ മുറിവാൻ ഇന്ന് നിന്നെ കൃപയിൽ നിലനിർത്തിയിരിക്കുന്നത്. your past times, all your wounds have sustained you hitherto in the grace of God. ആ മുറിവുകളാണ് നിന്നെ ഫലമുള്ളവനാക്കി നിർത്തിയിരിക്കുന്നത്. All such wounds have given you great fruit in your life. ഇന്ന് രാത്രി നീ ധൈര്യത്തോടെ ഏറ്റുപറയുവേ. Tonight with great courage you should confess. ഇല്ല, എന്റെ ദൈവം എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. Yes, my God will not do any harm for me. അവൻ മുറിക്കുക മാത്രമല്ല, മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. He is a Lord who maketh us sore, and he is a God who bindeth us. ഭക്തനായ സാധു കൊച്ചുകുഞ്ഞുപദേശി Godly man Sadhu Kochunyu തന്റെ കുഞ്ഞു മരിക്കുമ്പോൾ ദുഃഖത്തോടെ അദ്ദേഹം പാടി. And while his son was lost, he was singing like ആ this: ദോഷമായിട്ടൊന്നും എന്റെ ദൈവം ചെയ്തിട്ടില്ല. My Lord has not done any evil to me. ഓ, എന്റെ അപ്പൻ എന്നെ അടിച്ചാലും അതെനിക്ക് നന്മയ്ക്കാണ്. Even though my father smite me, it is for my good. പ്രിയ ദൈവ പൈതലേ, Oh dear child of God, കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്താൽ മുറിവേറ്റവനെ, in your past time you may be wounded by God. ദൈവം നിന്നെ ഒരിക്കലും മറന്നിട്ടില്ല. God has not forgotten you. ഒരുപക്ഷെ എല്ലാവരും നിന്നെ മറന്നേക്കാം. Maybe all have forgotten you. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ ഉണ്ട്. But in the sight of God, you are there. ഇന്ന് രാത്രി നീ ധൈര്യത്തോടെ ഏറ്റുപറയുവേ. Tonight by courage
you confess. ദൈവം മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനുമാ. Our God is a God who makes a sore and he binds up our wounds. കഴിഞ്ഞ കാലത്തിലെ മുറിവാണ് എന്നെ കൃപയിൽ നിലനിർത്തിയത്. Oh Lord, all my past wound has sustained me hitherto in the grace of ആ God. വേദനയാണ് എന്നെ കൃപയിൽ നിലനിർത്തിയത്. All those pain has sustained me hitherto. ആ ദിനത്തെ താഴ്ചയാണ് എന്നെ മാന്യനാക്കി തീർത്തത്. That day I was esteemed low and it is being a honor to me. സാത്താൻ എന്നോട് ഒന്നും ചെയ്തിട്ടില്ല. Yes, Satan cannot do anything to me. ഭൂതലത്തിൽ ആരും എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. Nobody in this world has not done any evil എന്റെ to me. ദൈവം മുറിക്കുന്നവനാ. My God maketh me so. അവൻ എന്റെ മുറിവുകളെ കെട്ടുന്നവനാ. He is the one who binding my wounds. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ശക്തിയായി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the holy name of our Lord. നമ്മുടെ പദ്ധതികൾ ഒന്നുമേ അല്ല ദൈവത്തിന്റെ പദ്ധതികൾ. Our plans are not the plans of our Lord. നമ്മൾ വലിയ പദ്ധതികളൊക്കെ കൂട്ടിവെക്കും. We may have great plans and purpose in our life. ദൈവം ക്ഷണത്തിൽ അതെല്ലാം ഉടച്ചു കളയും. But Lord will break all such things. ദൈവത്തിന് നമ്മുടെ നിത്യതയെക്കുറിച്ചാണുള്ള പദ്ധതികൾ. All purpose and plan of our God concerning our life is toward eternity. ആ പദ്ധതിക്ക് അന്യപ്പെട്ട് നാം പോകുമ്പോൾ If we divert from that purpose, പലപ്പോഴും ദൈവം തമ്പുരാൻ നമ്മുടെ ശിഖരങ്ങളെ many വെട്ടിമുറിക്കാറുണ്ട്. times our Lord will cut off our branches. കാര്യം ദൈവത്തിന്റെ പദ്ധതികൾ അഗോചരമാണ്. Because the purpose and plan of the God are very deep. മുൻപ് എന്റെ ഒരു സ്നേഹിതൻ എനിക്കൊരു കഥ പറഞ്ഞു തന്നു. Long before, one of my friend has told such a story ഒരുപക്ഷേ to നിങ്ങൾ അത് me. മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കും. You might have heard it രണ്ട് before. സഹോദരങ്ങൾ, അവർ നല്ല ചിത്രം വരയ്ക്കുന്നവരായി. Two brothers, they were artists. അവരൊരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കുകയാണ്. They were painting such a great art above a building. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അവർ ആ ചിത്രം വരച്ച് രണ്ടായി ഈ ചിത്രം വിഭജിച്ചിട്ട് And they have divided the great picture into two parts. ആ രണ്ടുപേരും കൂടെ ചേർന്ന് വരയ്ക്കുകയാണ്. And they are painting it together. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ആ ചിത്രം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. While they were painting, അപ്പോൾ ആ ഇളയ സഹോദരൻ വളരെ മിടുക്കനാണ്. that younger brother was efficient. പെട്ടെന്ന് ആ ചിത്രം വരച്ചു തീർന്നു. And suddenly he has finished it. അവൻ അതിനുശേഷം ഉയരത്തിൽ താഴേക്ക് ഇറങ്ങി. And he came down. അവൻ ആ കെട്ടിടത്തിൽ നിന്ന് ആ ചിത്രം വീക്ഷിച്ചു. And in that building he was looking upon his picture. അവൻ അതിനുശേഷം അവന്റെ കൈകൾ പുറകിലേക്ക് കെട്ടി. And afterward he was binding his hands അവൻ behind. പതുക്കെ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. And he was walking behind. അവൻ ആ താൻ വരച്ച ചിത്രത്തെ കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി. And he is enjoying the picture which he has drawn. അവൻ ഇങ്ങനെ നടന്ന് പുറകിലേക്ക് പോകുകയാണ്. As he was going behind and behind, പെട്ടെന്ന് അവന്റെ സഹോദരൻ അവനെ നോക്കി. suddenly his brother looked at him. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? What he has done? അടുത്തിരുന്ന പെയിന്റ് എടുത്ത് അവൻ അനിയൻ വരച്ച ചിത്രത്തിലേക്ക് ഒറ്റ ഒഴിയങ്ങൊഴിച്ചു. He has thrown the paint which to the picture which his younger brother has drawn. ഉടനെ ഇവന് ഭയങ്കര കോപമുണ്ടായി. Suddenly the younger brother was very much angry. ഇവൻ അവിടെ നിന്ന് ഓടി മുൻപിലേക്ക് വന്നു. He came forward. നീ എന്താണ് ഈ ചെയ്തത്? What you have done? ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ചിത്രം വരച്ചത്? With great difficulty I have drawn this picture. നീ ഇങ്ങനെ ചെയ്യാമോ? Why you should have done അപ്പോൾ this? സഹോദരൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, His elder brother came and told him, ഈ ചിത്രമല്ല വലുത്, this picture is not great. നിന്റെ ജീവനാണ് വലുത്. Your life is great. നീ രണ്ടടി കൂടെ പുറകിലേക്ക് പോയാൽ If you go 2 feet നീ behind, ഇപ്പോൾ ഈ കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ് നശിച്ചു പോകും. you will fall down from this great building and you will be നിന്റെ destroyed. കാലടികൾ പുറകിലേക്ക് പോകുകയാണ്. Your feet were going behind. അല്പം കൂടെ ബാക്കിലേക്ക് വന്നാൽ If you come a little more behind, നീ വീണുപോകും. you will fall. അപ്പോഴാണ് സഹോദരൻ ഓർക്കുന്നത്, At that time only this younger brother realized, ദൈവ പൈതലേ, oh dear child of God, ദൈവം മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനുമാണ്. our God, he will wound us and he will bind our wounds. കഴിഞ്ഞ കാലങ്ങളിലെ മുറിവാണ് നിന്നെ കൃപയിൽ നിലനിർത്തിയിരിക്കുന്നത്. Yes, your past wound has sustained you hitherto in the grace of God. ആ തകർച്ച നിനക്ക് വന്നില്ലായിരുന്നെങ്കിൽ If that brokenness doesn't came to ഈ you, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ട് എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു. you will go far away from the grace of God and been destroyed. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ധൈര്യമായി പറയാം, So tonight let us all confess together with courage, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, since my God is loving me, എന്റെ ആത്മാവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, since he has
loving my spirit. ഓ നിശ്ചയമായും അവൻ എന്നെ മുറിപ്പെടുത്തി. Surely my God has wounded me. എത്ര പേർക്ക് ധൈര്യമായി പറയാം? How many of you can tell courageously? ഇല്ല, ദൈവം എനിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. Yes, my God has not done any evil to me. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ In your past times, എല്ലാ മുറിവുകളുടെ പിന്നിലും, behind all your wounds, എല്ലാ മുറിവുകളുടെ പിന്നിലും behind all your wounds, എന്റെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. there was a great plan and purpose of my Lord. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രിയ ദൈവ പൈതലേ, Oh dear child of ഇന്ന് God, രാത്രി നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലാം. tonight let us all return unto the Lord. ദൈവം നമ്മുടെ മുറിവുകളെ കെട്ടിത്തരും. Our God will bind all our wounds. അപ്പോൾ ദൈവത്താൽ ഏറ്റ മുറിവുകളാണോ? So first of all, wounds from our Lord. അതിന്റെ പിന്നിൽ ഒരു വലിയ നന്മയുണ്ട്. There is a great goodness behind ഈ that. പല പദ്ധതികൾ ഒരുക്കി വയ്ക്കും. You may create many plans for you. ആ പദ്ധതികളെല്ലാം ദൈവം തകർത്തുടച്ചു കളയും. God will destroy all your personal plans. കാര്യം നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ വലിയതാണ്. Because the purpose concerning you is great നീ in ഒരു the sight of സാധാരണ God. മനുഷ്യനല്ല. You are not an ordinary human നീ ഒരു being. ലോക മനുഷ്യനല്ല. You are not an ordinary നിന്റെ worldly man. പൗരത്വം സ്വർഗത്തിലാണ്. Your citizenship is in heaven. ആകിയാൽ ദൈവം തന്റെ പദ്ധതി പ്രകാരം നിന്നെ നടത്തുകയാ. So according to His purpose, God is leading ഈ you. രണ്ടാമത്തെ മുറിവേതാണ്? Second wound. അത് യുദ്ധത്തിലേൽക്കുന്ന മുറിവാണ്. That is happening in warfare. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ When we learn the scripture, ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ when we learn the history of the kings of Israel, അനേക രാജാക്കന്മാരുടെ മുറിവേറ്റ ചരിത്രമുണ്ട്. there are great history that many kings of Israel has been wounded. യുദ്ധത്തിൽ മുറിവേറ്റ രാജാക്കന്മാർ. There are many kings who has been wounded in wars. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ When we come to the book of Kings, chapter 9 verse 15, അവിടെ ഒരു രാജാവിന്റെ ചരിത്രം പറയുകയാണ്. we learn a history of a king there. അവൻ യുദ്ധത്തിൽ വെച്ച് മുറിവേറ്റു. In that war, that king was wounded. അവൻ ആ മുറിവുകളെ ചികിത്സിപ്പാൻ അവന്റെ ദേശത്തേക്ക് പോയി. He has gone to his own native place to be healed. പ്രിയ ദൈവ പൈതലേ, Oh dear child of God. രണ്ടാമത് മുറിവേൽക്കുന്നത് യുദ്ധത്തിലാണ്. Secondly, a human being normally will be wounded in a war. ആ യുദ്ധത്തിൽ മുറിവേൽക്കുന്ന മനുഷ്യരുണ്ട്. There are people who has been wounded in wars. ഞാനും നിങ്ങളും യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. Myself and you, we were in a great battlefield. ഭക്തനായി ജോബ് പറയുകയാണ്. In saintly man Job is telling, ആ മനുഷ്യൻ ഭൂമിയിൽ യുദ്ധസേവ ചെയ്യുകയല്ലയോ? man is doing a warfare in his lifetime. ഞാനും നിങ്ങളും യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. Yes, we were together in this battlefield. ഏത് സമയവും മുറിവേൽക്കാം. At any moment we will be wounded. പാപത്തോടുള്ള പോരാട്ടത്താൽ നിങ്ങൾക്ക് മുറിവേൽക്കാം. Against the battle, against the sin, we shall be wounded. സാത്താനോടുള്ള പോരാട്ടത്താൽ നിങ്ങൾക്ക് മുറിവേൽക്കാം. Against the Satan, we might be wounded. അങ്ങനെ മുറിവേറ്റ ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടോ? If any such person has been wounded likewise, he is sitting in the presence of God. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലാം. Let us all return unto our Lord. ദൈവം നമ്മുടെ മുറിവുകളെ കെട്ടിത്തരും. Yes, He will surely bind our wounds. യുദ്ധകളത്തിൽ ശത്രുവിന്റെ ആയുധമേറ്റ് മുറിവേറ്റ സഹോദര, In the battlefield, if you have been wounded by the enemy, പാപത്താൽ മുറിവേറ്റ സഹോദര, or if you have been wounded by sin, ദൈവം നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. yes, God shall not forsake you. നാം ലോക ചരിത്രം പഠിച്ചാൽ When you learn the history of world, ലോകത്തിലെ ഏറ്റവും വലിയ ആർമി അത് അലക്സാണ്ടർ ചക്രവർത്തിയുടേതായിരുന്നു. the greatest army in the world belongeth to great Alexander. ഗ്രീസിന്റെ ആർമി ആയിരുന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈന്യം. The greatest army in this world was of Greece. ആ ആർമിയുടെ ലീഡർ മഹാനായ അലക്സാണ്ടർ The ആയിരുന്നു. leader or the captain of that army was great Alexander. ഒരുവൻ ആ ആർമിയിൽ വന്നു ചേരുമ്പോൾ If one person or soldier came to that army, ഫിലിപ്പ് രാജാവിന്റെ രൂപം കൊത്തിയ ഒരു മനോഹരമായ ലോകത്തുള്ള മാല അവന് കൊടുക്കും. he has been given a beautiful locket with the seal of the King Philip. അവൻ അത് അവന്റെ കഴുത്തിൽ അണിയും. He will wear it in his neck. ആ യുദ്ധത്തിനായി പുറപ്പെട്ടു പോകും. When he go for war, ആയിരം രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുക. thousands and thousands of kings, they were doing the battle. ഒരു രാജ്യം വെട്ടിപ്പിടിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകുക. After conquering one country, they will go to another. എന്നാൽ ആ ആർമിയിൽ ഒരു പ്രത്യേകതയുണ്ട്. But there is a speciality in that army. ആ ആർമിക്കുള്ളിൽ In that army, വലിയ പ്രഗത്ഭരായ വൈദ്യന്മാരുണ്ട്. there are great physicians. ആയുധങ്ങൾ പണിയുവാനുള്ള കൊല്ലന്മാരുണ്ട്. There are great smiths who can create weapons. ആ യുദ്ധതന്ത്രങ്ങൾ മെനയുവാനുള്ള ജ്ഞാനികളായ ആളുകളുണ്ട്. There are wise people who can give good plans
plans to ഈ success. സംഭവങ്ങൾ എഴുതി ചേർക്കുവാൻ ചരിത്രകാരന്മാരുണ്ട്. There are historians to write all these such things. എന്നാൽ ആ ആർമിയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? But what is the speciality of this particular army? അവർ യുദ്ധത്തിന് പോകുമ്പോൾ When they go for the war, ഒരുത്തൻ മുറിവേച്ചെന്നിരിക്കട്ടെ, if one has been wounded, ആ മുറിവ് ആഴത്തിലായി പോയാൽ if his wound is deep, ആ ക്യാപ്റ്റൻ തലവൻ അവന്റെ അടുക്കൽ വരും. that captain will come here near. അല്ലെങ്കിൽ ആർമി ക്യാപ്റ്റൻ അവന്റെ അടുക്കൽ വരും. The army captain will come nigh unto him, അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. and he will explain him, സ്നേഹിത, നിന്റെ മുറിവ് ആഴമേറിയതാണ്. beloved, your wound is so deep. ഈ വൈദ്യന്മാർക്ക് ഈ മുറിവ് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധ്യമല്ല. No physician in our army can heal your wounds. ഈ മുറിവ് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയത്തില്ല. Your wounds cannot be healed. ഇത് ഭയങ്കരമായ വേദനയാണ്. This is having such a great pain. നിന്റെ ജീവിതം നിനക്ക് ഭാരമാണ്. Your life is a great burden to you. നിന്റെ ജീവിതം നിന്റെ സഹപ്രവർത്തകർക്ക് ഭാരമാണ്. Your life is a great burden to your co. അതുകൊണ്ട് ആ ലോക്കറ്റ് ഊരിത്തരിക. So please hand over the locket. അതിനുശേഷം അവന് ഈ വേദന സംഹാരി കൊടുക്കും. And after that he has been given such painkillers. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നിന്റെ കുടുംബത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. When we return to our country, is there anything to tell to your family? അതിനുശേഷം അവന്റെ തലയുടെ ബാക്കിൽ പതുക്കെ ഒരു അടി കൊടുത്ത് അവൻ മയങ്ങി മരിച്ചു പോകും. And after that they will smite lightly in the back of his head and he will die. കാര്യം ഡോക്ടർ ആ വൈദ്യന്മാർക്ക് അവനെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയത്തില്ല. Because no physician can heal his wound. അവന്റെ ജീവിതം അവന് ഭാരമാണ്. His life is burdensome for himself. അവന്റെ ജീവിതം സഹപ്രവർത്തകർക്ക് ഭാരമാണ്. His life is burdensome for his co-workers. അതുകൊണ്ട് സ്വയം നീ വീരമൃത്യു ആയിക്കൊള്ളുവേ. So they are killing him. ഇതായിരുന്നു മഹാനായ അലക്സാണ്ടറിന്റെ ലോ. So this was the law of the great Alexander. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ അങ്ങനെയല്ല. But our captain is not like that. ഓ, നമ്മുടെ ക്യാപ്റ്റൻ യേശു അങ്ങനെയല്ല. But our captain Jesus is not likewise. ശത്രുവിന്റെ ആയുധത്താൽ മുറിവേറ്റ ദൈവ പൈതലേ, Oh dear child of God, if you are wounded by the stripes of the enemy, നമ്മുടെ ക്യാപ്റ്റൻ അങ്ങനെയല്ല. our captain is not ആ likewise. ക്യാപ്റ്റൻ നിന്നോട് എന്തു പറയുന്നു? What does that captain tell you? അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയത്തില്ല. A broken reed, he shall not break it again. അവൻ പുകയുന്ന തിരി കെടുത്തി കളയത്തില്ല. He shall not quench the smoking flags. അവൻ ജയം പ്രാപിക്കും വരെ യുദ്ധം ചെയ്യുന്നവനാ. Till the victory, he will fight for you. ഇന്ന് രാത്രി നമുക്ക് അവനിൽ ആശ്രയിക്കാം. Tonight, let us all trust in our Lord. നീ ഒരു വലിയ യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. You are in a great battlefield. ഏത് സമയവും നിനക്ക് മുറിവേൽക്കാം. At any time, you may be wounded. നീ ഒരു ഉല്ലാസയാത്രക്കാരനല്ല. You are not going for any advantage journey. പലർക്കും ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. Many of the people doesn't know all this. നമ്മൾ ആരും ഉല്ലാസയാത്രക്കാരല്ല. We are not going for any picnic. നമ്മൾ ഭയങ്കരമായൊരു യുദ്ധകളത്തിലാണ്. We all are in a great battlefield. പണ്ടൊരു ഇംഗ്ലീഷുകാരനോട് ഒരുവൻ ചോദിച്ചു, Once upon a time, one person asked, നിങ്ങൾ അഭിഷക്തനാണെന്ന് എങ്ങനെ അറിയാം? how you know you are anointed? നിങ്ങൾ അഭിഷക്തനായ ഒരുവനെന്ന് എങ്ങനെ അറിയാം? How you have been known that you are anointed? അപ്പോൾ അവൻ എന്താണ് പറയേണ്ടത്? And what he is ഞാൻ doing? ആത്മാവിൽ നിറയും, And I will used to get in ഞാൻ spirit. അന്യഭാഷ പറയും. I will speak in tongues. നോ, ഇതൊന്നും അല്ല അവൻ പറഞ്ഞത്. All such he was not telling us ഞാൻ such. അഭിഷക്തനാണെന്ന് എനിക്കറിയാം. I know I am anointed. എന്താ രഹസ്യം? What is the secret? എനിക്ക് മുമ്പുള്ളതിനേക്കാൾ അധികം പോരാട്ടം ഇപ്പോൾ ഉണ്ട്. There are great struggles than before. പ്രിയ ദൈവ പൈതലേ, Oh dear child of നീ God, ഒരു യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. you are standing in a great നിനക്ക് battlefield. ഭൂമിയിൽ യുദ്ധസേവയുണ്ട്. There is a great warfare for you in this എന്നാൽ world. മഹാനായ അലക്സാണ്ടറിന്റെ സൈന്യത്തിലല്ല നീ. But you are not in the army of the great Alexander. പാതാളത്തെയും മരണത്തെയും ജയിച്ച യേശുവിന്റെ സൈന്യത്തിലാണ്. You are in the army of Jesus who has conquered hell and അവൻ death. ചതഞ്ഞ ഓട ഒടിച്ചു കളയത്തില്ല. He will not destroy the broken reed. അവൻ പുകയുന്ന തിരി കെടുത്തി കളയത്തില്ല. He will not quench the smoking flags. അവൻ മുറിവേറ്റവനെ തള്ളിക്കളയത്തില്ല. He will not forsake the wounded soldier. അവൻ മുറിവുകളെ കെട്ടിത്തരൂ. He will surely bind our wounds. ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലുവേ. Tonight you should go, return unto അവൻ your Lord. നിന്റെ മുറിവുകളെ കെട്ടുന്ന രാത്രിയായി തീരട്ടെ. This is the night which your Lord is binding up all your wounds. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദാവീദ് ഒരു കാലത്ത് ആട്ടിടയനായിരുന്നു.
ആയിരുന്നു. David, once upon a time, അന്ന് he was a അദ്ദേഹത്തിന് shepherd boy. യാതൊരു പോരാട്ടവുമില്ല. At that time, he doesn't have any war. അവന്റെ കയ്യിൽ ഒരു കിന്നരമുണ്ട്. There was a harp in his hand. അവനൊരു കുഞ്ഞു ബാലനാണ്. He was a small lad. അവൻ നന്നായി കിന്നരം വായിക്കും. He used to do the harp with. അവൻ പാറക്കെട്ടിലും മലഞ്ചെരിവിലും ഒക്കെ അലഞ്ഞു നടക്കും. He will wander in mountains and in forest അവന്റെ places. കൈകൾ ദൈവം യുദ്ധത്തിനായി അഭ്യസിപ്പിച്ചെടുത്തു. But the Lord has given him practice to do പക്ഷേ war. അന്ന് അവനൊരു പോരാട്ടമില്ല. But at that time he doesn't have any എന്നാൽ struggle. ഒരു ദിവസം But one day ശമൂവേൽ ഒരു ശബ്ദം കേട്ടു. Samuel has heard one voice. ശമൂവേലേ, ഞാൻ ശൗലിനെ തള്ളിക്കളഞ്ഞു. Oh Samuel, I have forsaken King Saul. ഞാൻ ദാവീദിനെ ഇസ്രായേലിന് രാജാവാക്കി. I am making David as a king of Israel. ദാവീദ് ശൗൽ രാവിലെ യാത്രയായി. Samuel has gone early morning. അവൻ ബേത്ലഹേമിലേക്ക് പോയി. He went to Bethlehem. അവൻ ഇശായിയുടെ വീട് കണ്ടെത്തി. He went to the house of Jesse. അവൻ ഇശായിയുടെ മക്കളെല്ലാം വിളിച്ചു വരുത്തി. He called all the children of Jesse. അതിൽ നല്ല ബലവാന്മാരുണ്ടായിരുന്നു. Great strong people were there. വലിയ സൈനികരുണ്ടായിരുന്നു. Great army soldiers were there. എന്നാൽ അതിലൊരു എട്ടാമത്തെ സന്തതിയുണ്ട്. But there was an eighth child of the Jesse. കുഞ്ഞു ബാലനാണ്. He was a small lad. അവന് നല്ല പവിഴ നിറമാണ്. He is ruby. അവനെ വരുത്തി. And he came. ശമൂവേൽ അവന്റെ തലയിൽ തൈലാഭിഷേകം ഒഴിച്ചു. And Samuel has anointed him. ശമൂവേൽ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. Samuel has embraced him. ഇതാ ശമൂവേൽ അവന്റെ ദേശത്തേക്ക് പോയി. Samuel has gone to his own place. ദാവീദ് വീണ്ടും ആടിനെ മേയ്ക്കാൻ പോയി. David has gone as a shepherd പക്ഷേ boy again. അന്ന് തുടങ്ങി അവന് യുദ്ധം ആരംഭിച്ചു. But from that time there was a war in the life ഇപ്പോൾ of ഒരു David. സിംഹം അവന്റെ നേരെ വരികയാ. Now a lion is coming before him. കാരണമെന്ത്? What's the reason? ദാവീദ് ഒരു രാജാവായി തീർന്നു. David became a king. ഒരു കരടി അവന്റെ നേരെ വരികയാ. A bear was coming against him. കാരണമെന്ത്? What's the reason? അവനൊരു രാജാവായി തീർന്നു. He became a king. ഗോലിയാത്ത് അവന്റെ നേരെ വരികയാ. Goliath is coming against him. കാരണമെന്ത്? What's the reason? അവൻ ഇസ്രായേലിന് രാജാവായി തീർന്നു. He has become the king of Israel. ശൗൽ കുന്തം അവന്റെ നേരെ എറിയുകയാണ്. When Saul has thrown the spear against him. എന്തുകൊണ്ട്? Why? അവൻ ഇസ്രായേലിന് രാജാവായി തീർന്നു. David has become the king of Israel. അതുകൊണ്ടാണ് ആ ഇംഗ്ലീഷുകാരൻ പറഞ്ഞത്. That's why the Englishman told like that. ഞാനിപ്പോൾ അഭിഷക്തനാണ്. Yes, I am being anointed now. എന്താണ് അതിന്റെ കാര്യം? What is the secret? എനിക്ക് മുമ്പുള്ളതിനേക്കാൾ ഏറെ പോരാട്ടങ്ങളുണ്ട്. I have much struggles than before. പ്രിയ ദൈവ പൈതലേ, Oh dear child of God, നീ ഒരു യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. you are standing in a great battlefield. നീ യുദ്ധത്തിൽ മുറിവേറ്റ മനുഷ്യനാണോ? Are you being wounded in this battlefield? ഇന്ന് രാത്രി ഞാൻ നിന്നോട് ചോദിക്കട്ടെ, Tonight shall I ask you, നീ യുദ്ധത്തിൽ മുറിവേറ്റവനാണോ? are you being wounded? ആ മുറിവ് കൊണ്ട് നിന്റെ പ്രാണൻ അലയുകയാണോ? And is your soul is being എന്നാൽ astray? ഈ സൈന്യത്തിനൊരു അധിപതിയുണ്ട്. Yes, our army has a chief ഈ captain. സൈന്യത്തിനൊരു അധിപതിയുണ്ട്. Yes, there is a captain for this host. അവൻ മുറിവേറ്റവനെ തള്ളുന്നവനല്ല. He will not forsake the wounded ones. അവൻ മുറിവേറ്റവനെ മറക്കുന്നവനല്ല. He will not forget the wounded ones. അവൻ മുറിവുകെട്ടുന്നവനത്രേ. He is the one who bind all his ഇന്ന് wounds. രാത്രി അവൻ നമ്മുടെ പന്തലിന്റെ നടുവിലുണ്ട്. Tonight he is in the midst of our bundle. ഈ രാത്രി അവൻ എന്റെ മുറിവുകളെ കെട്ടും. Surely this night he will bind your wounds. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നാം യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. We are in a battlefield. ആ മുൻപിലേക്ക് എത്തുന്തോറും ശത്രു വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. If you go forward, enemies will come against us more. നമ്മുടെ സൗകര്യം നോക്കിയൊന്നുമല്ല പിശാച് അറ്റാക്ക് ചെയ്യുന്നത്. Devil will not attack us knowing our നാം എപ്പോൾ situation. ബലഹീനപ്പെടുന്നു അപ്പോഴാണ് അവൻ ആയുധം എറിയുന്നത്. When we are weak, this devil will attack us. പലപ്പോഴും പിശാചിന്റെ ആ യുദ്ധത്താൽ നമുക്ക് മുറിവേൽക്കും. And many often times, because of the devil, we are being wounded. ഞാൻ ഒരിക്കലൊരു സ്ഥലത്തായിരിക്കുമ്പോൾ Once upon a time when I was in a ആ particular എന്റെ place, ശരീരത്തിൽ ഈ വെളുത്ത പാണ്ഡുരോഗങ്ങൾ വന്നു. there was a white scratches in my body. ഒരു വിഷയത്തിനായി പ്രാർത്ഥിച്ച് ഒരു കാര്യത്തിൽ സാത്താനോടുള്ള ഉണ്ടായ യുദ്ധമാണ്. And when I was praying for a particular thing, and there was a strife against ഞാൻ devil. ഭൂമിയിൽ ഏറ്റവും അധികം ഭയപ്പെട്ട രോഗമായിരുന്നു. And that was a great sickness which I feared. അത് ആദ്യം ഒരു ചെറിയ പാടുപോലെ വന്നു. It was a small scratch. അപ്പൊ ഞാൻ പറഞ്ഞു, സാത്താനെ എനിക്ക് പേടിയില്ല. And I told devil I doesn't fear. സായിപ്പിനെ പോലെ വെളുത്തോട്ടെ, ഞാൻ ഇംഗ്ലീഷ്
പഠിച്ചോളാം, പ്രശ്നം തീർന്നല്ലോ. If I become like an Englishman, let I be white. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ പലയിടങ്ങളിലുമായി. But after few days, it has been happened in അപ്പോൾ many എന്റെ parts of my body. ഉള്ളം വിറച്ചുപോയി. And my mind got ഞാൻ trembled. ഇത് ആരോടും പറഞ്ഞില്ല. I didn't share to ഒരു anybody. അർദ്ധരാത്രിയായപ്പോൾ One midnight. ഞാൻ ഫെയ്ത്തോവിൽ കൈച്ചുവായിൽ കമന്നു കിടന്നു കരഞ്ഞു. And in my faith home, I was praying in my carpet. ഈ രോഗം പെട്ടെന്ന് നിമിഷം കഴിയുന്തോറും എന്നെ അച്ചായിക്കുക. And this particular sickness was attacking ഞാൻ me. കൂടെ ഉള്ളവരോട് പോലും പറഞ്ഞില്ല. And I was not sharing this to my അപ്പോൾ co-workers. ഞാൻ രാത്രിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. At night I was weeping. പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയി. And I slept. അപ്പോൾ ഞാൻ പാസ്റ്റർ ജെ ശാമുവലിനെ കണ്ടു. And I saw Pastor J. Shamuel. അദ്ദേഹം എവിടെയോ പ്രസംഗിച്ചിട്ട് പോവുകയാണ്. And he is going after a message. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലും കാലിലും ഒക്കെ പാണ്ഡുരോഗം ഞാൻ കണ്ടു. And I saw great such sickness in his hands and legs. അദ്ദേഹത്തിന്റെ കാലിൽ അങ്ങനെയുള്ള പാടുകളുണ്ട്. And there was such things in his അപ്പോൾ left. ഞാൻ ചോദിച്ചു, അപ്പച്ചാ ഇത് എങ്ങനെ സംഭവിച്ചതാണ്? I asked him, how you happened this? അപ്പോൾ എന്നോട് അദ്ദേഹം പറയുകയാണ്, And he spoken to me. ഞാൻ തൂത്തുക്കുടിയിലായിരിക്കുമ്പോൾ When I was in Thoothukudi, ഞാനൊരു പിശാചിനോട് യുദ്ധം ചെയ്തു. I was striving against an devil. ആ യുദ്ധത്തിൽ എനിക്കേറ്റ മുറിവിന്റെ പാടുകളാണ്. And these are the patches which I have undergone in ഞാൻ this ചോദിച്ചു, battle. എനിക്കെങ്ങനെയാണ് ഇതുണ്ടായത്? And I was asking why it happened അപ്പോൾ to ആ me. സംഭവം എന്നെ ഓർമ്മപ്പെടുത്തി. And at that time, one particular incident ആ I got ഇന്ന remembered. സംഭവമാണ് ഈ മുറിവ് വരുത്തിയത്. And I got remembered of a particular അപ്പോൾ incident. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണം? And I asked what I should do. പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സർവായുധ വർഗത്തെയും ചവിട്ടുവാൻ യേശുവല്ലേ അധികാരം തന്നത്? Jesus has given you power and authority to tread upon all adder and serpents. നീ എഴുന്നേറ്റ് സാത്താനെ ശാസിക്കുക. You rise up and rebuke the devil. ഞാൻ രാത്രി മുഴുവൻ സാത്താനെ ശാസിച്ചുകൊണ്ടിരുന്നു. And the whole night I was rebuking the devil. 2 ദിവസത്തിനുള്ളിൽ ആ രോഗം എന്നെ വിട്ടുപോയി. Within 2 days, that sickness flee from my body. ദൈവ പൈതലേ, Oh dear child of God, നീ ഇപ്പോൾ യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. you are standing in such a battlefield. ഇസ്രായേൽ രാജാക്കന്മാർ മുറിവേറ്റതുപോലെ As many kings of Israel has been wounded. ഒരുപക്ഷേ യുദ്ധത്താൽ നീ മുറിവേറ്റേക്കാം. You might have been wounded because of the warfare. എന്നാൽ നിന്റെ മുറി കെട്ടുവാൻ യേശു നിന്റെ അടുക്കലുണ്ട്. But your Jesus is beside you to bind you all your wounds. ആ മുറിവോടുകൂടെ നിന്നെ ആ ക്യാപ്റ്റൻ തള്ളിക്കളയത്തില്ല. Your captain shall not forsake you with your wounds. അവൻ നിന്നോട് കൂടെയുണ്ട്. He is with you. ആ യുദ്ധത്തിലേറ്റ മുറിവുകൾ യേശു എനിക്ക് കെട്ടിത്തരും. Yes, Jesus will bind all my wounds happen because of my എത്ര warfare. ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? How many children of God believe it? വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the holy name of our Lord. അപ്പോൾ ഒരുപക്ഷേ യുദ്ധത്തിൽ നമുക്കേറ്റ മുറിവുകളായിരിക്കാം. So secondly, we might have been wounded because of a ദയവായി war. ആ മുറിവ് ചുമന്ന് നിങ്ങൾ നടക്കരുത്. You should not carry that wound and go here ആ and there. മുറിവ് പിന്നീട് നമുക്ക് വ്രണമായി തീരും. That wound will become a boil for you. പലർക്കും ആഴത്തിൽ മുറിവേറ്റ മനുഷ്യരുണ്ട്. Many of people has been wounded very deeply. ആ മുറിവ് തക്ക സമയത്ത് നാം കണ്ടെത്തി സംരക്ഷിച്ചില്ലെങ്കിൽ At the right time, we should find that that boil, and we should do the healing. ഒടുവിൽ അതൊരു വ്രണമായി മാറും. After that, it will be a great boil for പിന്നെ us. നാം ഏറെ ദുഃഖിക്കേണ്ടി വരും. And afterwards, we have to live in great ദൈവത്തിന് agony. മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇനി അടുത്ത ഭാഗത്തേക്ക് നാം പോകുമ്പോൾ When we go to the next part, ഒരിക്കൽ യേശുവിനോട് ഒരുവൻ ചോദിച്ചു, once upon a time, one asked Jesus, ഗുരു, ആരാണ് നല്ല സ്നേഹിതൻ? Oh, my master, who is my good ഉടനെ friend? നല്ലവനായ ഗുരു ഒരു നല്ല ഉപമ പറഞ്ഞു. That good master has told a good parable. യേശു 2 പട്ടണങ്ങളെ ചേർത്തുകൊണ്ട് പറയുക, Jesus was telling a parable comparing 2 towns. ഒരിക്കൽ ഒരു മനുഷ്യൻ യെരൂശലേമിൽ എരികോവിലേക്ക് പോയി. A certain man once went down from Jerusalem to Jericho. അവൻ ഒരു കാലത്ത് സമാധാന നഗരത്തിൽ പാർത്തവനായിരുന്നു. Once upon a time he was dwelling in the peaceful city എന്നാൽ Jerusalem. ഇപ്പോൾ അവൻ എരികോവിലേക്ക് പോയി. But now he is going to Jericho. എരികോവ് ശപിക്കപ്പെട്ട പട്ടണമാണ്. Jericho is a cursed city. ആ എരികോവിലേക്ക് അവൻ പോയി. He is going to Jericho. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ When we come to book of Luke, യേശു പറയുന്ന ഉപമ നമുക്ക് കാണാം. we can see a parable which Jesus is ഒരു telling there. മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരികോവിലേക്ക് പോയി. A certain man went down from Jerusalem അവൻ to Jericho. എരികോവ് വരെ എത്തിയില്ല. He does not reach Jericho. വഴിയിൽ വെച്ച് കള്ളന്മാർ അവനെ പിടിച്ചു. On the way, many thieves fell upon him. ആ കള്ളന്മാർ അവനെ അടിച്ചു. They
they have binded him. കള്ളന്മാരവനെ മുറിവേൽപ്പിച്ചു. They have striped and they have given him അവൻ wounds. ആഴത്തിൽ മുറിവേച്ചു പോയി. He got deep wounds. ഈ മുറിവ് എന്തിനെ കാണിക്കുകയാണ്? What does this wound show? നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പിന്മാറ്റത്തെ കാണിക്കുകയാണ്. This shows our spiritual backsliding. നീ പിന്മാറ്റത്താൽ മുറിവേറ്റവനാണോ? You may be wounded because of your backsliding and ഇതാ state. യെരൂശലേം വിട്ട് യെരികോവിലേക്ക് പോയി. He is going from Jerusalem to Jericho. ആ ശപിക്കപ്പെട്ട പട്ടണത്തിലേക്ക് പോയപ്പോൾ When he has gone to that cursed city, യാത്രമധ്യേ അവൻ മുറിവേൽക്കുക. on the way he has been wounded. കള്ളൻ അവനെ അടിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനും അർത്ഥനാഥനുമായിട്ട് പോയി. The thief has smitten him and stripped his raiment and departed, leaving half dead. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ When we come to the Gospel of Luke, യേശു പറയുന്ന വാക്കുകളെ കാണാം. we can see the words which Jesus uttered. 10 അധ്യായം 13 വാക്യം. When we see chapter 10 verse 30, 30 വാക്യം. ദൈവത്തിന് chapter 10 verse മഹത്വമുണ്ടാകട്ടെ. 30. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരികോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടയച്ചു പോയി. ആ വഴിയായി ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇതാ യെരൂശലേമിൽ നിന്ന് എരികോവിലേക്ക് പോയവൻ ഏറ്റ മുറിവ്. And this is the wound which happened to a man who has gone from Jerusalem to Jericho. അവൻ മുറിവേറ്റവൻ മാത്രമല്ല, He was not only wounded, അവൻ അർത്ഥപ്രാണനും അർത്ഥനഗ്നനുമായി പോയി. he was half naked and half dead. അവൻ ഒരു കാലത്ത് യെരൂശലേമിൽ സമാധാനത്തിന്റെ നഗരത്തിൽ പാർത്തവനായി. Once upon a time he was dwelling in Jerusalem, which was a peaceful city. എന്നാൽ അവൻ അവിടെ നിന്ന് നേരെ എരികോവിലേക്ക് പോയി. Now he is going on his way to Jericho. എരികോ വരെ അവൻ എത്തിയില്ല. He has not reached Jericho. എത്തുന്നതിന് മുൻപേ കള്ളന്മാർ അവനെ മുറിപ്പെടുത്തി. Before reaching Jericho, this thieves has wounded him. ഇതാണ് പിന്മാറ്റത്താൽ നമുക്കുണ്ടാകുന്ന മുറിവ്. This is the wound which will happen because of backsliding. എത്രയോ പേരിങ്ങനെ മുറിവേറ്റ മനുഷ്യരാണ്. How much? So many dear ones has been wounded likewise. ചില ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ ഒരു വ്യക്തിയെ കണ്ടു. And before certain days, I met one ഏറിയ person. കാലം നമ്മുടെ വിശ്വാസിയായി ജനിച്ചു വളർന്ന ആളായിരുന്നു. And he was a person who was born and brought up in a same faith. ചില കാലം മുൻപ് നമ്മുടെ ഒരു മുതിർന്ന പാസ്റ്ററോടുകൂടെ ആയിരുന്നു. And he was along with one of our senior pastor before. എന്നാൽ തന്റെ ജീവിതം എല്ലാം തകർന്നുപോയി. But afterwards, his life has തന്റെ broken. കുടുംബം തകർന്നുപോയി. His family was തന്റെ broken. ജോലി നഷ്ടപ്പെട്ടു പോയി. He lost his job. താൻ കഠിനമായ രോഗത്തിന് അടിമപ്പെട്ടു. He was under severe ആ sickness. മനോവേദനയോടെ ചില ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഫെയ്ത്തോമിലേക്ക് വന്നു. And with great mental agony, he came to Faith Home certain days അദ്ദേഹം before. കുറെ ദിവസമായി ഫോൺ ചെയ്ത് എനിക്കൊരു 5 നിമിഷം സംസാരിക്കാൻ സമയം തരാമോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. And before that, he was keeping on telephone me, asking me certain time. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാട്ടെ, എന്ത് കാര്യവും സംസാരിക്കാം. I told, you can come and we can speak of any ആ matter. മനുഷ്യൻ പറയുന്നത് കേട്ടാൽ നമ്മുടെ ഉള്ള ഉരുകി പോകും. And if you hear the words of that person, എന്റെ ജീവിതം ആകെ തകർന്നുപോയി. his total life was broken. കുടുംബം തകർന്നുപോയി. His family was broken. തന്റെ മക്കൾ അനാഥപ്പെട്ടുപോയി. His children were orphaned. തന്റെ മനസ്സാക്ഷിയിൽ മുറിവേറ്റു. He has great wound in his തന്നെ conscience. സഹായിപ്പാൻ ആർക്കും സാധ്യമല്ല. Nobody can help him. താൻ എന്നോട് തന്റെ ആരംഭം പറയുകയാണ്. And he is telling his initial stages. അടയാർ ഫെയ്ത്തോമിൽ പാസ്റ്റർ വെസ്ലി അച്ഛനോടുകൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. I was residing with Pastor Wesley in Adaya Center Faith Home. പാസ്റ്റർ എം ജി തോമസിനോടുകൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. I was staying with Pastor M.G. Thomas. ഞാൻ അനേക വിശുദ്ധന്മാരോടുകൂടെ ദൈവത്തിന്റെ വീട്ടിൽ പാർത്തിട്ടുണ്ട്. I was dwelling with many saints of God in the house of God. എന്നാൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. But I lost all such experiences. എന്റെ മനസ്സിൽ ആഴത്തിൽ മുറിവേച്ചു. I has been wounded. പ്രിയ ദൈവ പൈതലേ, Oh dear child of God. ഒരുപക്ഷെ ഇന്ന് രാത്രി നിന്റെ അവസ്ഥയും ഇത് തന്നെയായിരിക്കാം. Tonight your state should be similar. നീ യെരൂശലേം വിട്ട് ദൂരദേശത്ത് പോയേക്കാം. If you are going far away from Jerusalem, ഇതാ ദുഷ്ടൻ നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചേക്കാം. the wicked has given a great wound in your heart. നീ അർത്ഥപ്രാണനും അർത്ഥനന്ദനുമായി ഞെരുങ്ങിക്കൊണ്ടിരുന്നേക്കാം. You might be half naked and half dead state. ഇല്ല, നിന്നെ സഹായിപ്പാൻ ആർക്കും സാധ്യമല്ല. Yes, nobody can help you in this matter. നിന്നെ സഹായിപ്പാൻ ആർക്കും സാധ്യമല്ല. No, nobody can help you in this state. യേശു പറയുകയാണ്, Jesus says, ഇതാ അവിടേക്ക് ഒരു ലേവ്യൻ പോയി. a particular Levite ആ has gone there.
ലേവ്യൻ ചെന്നാൽ എന്ത് ചെയ്യും? What does the Levite do? ലേവ്യൻ ചോദിക്കുകയാണ്, He has asked. സ്നേഹിത, നീ എന്തിനാണ് യെരൂശലേം വിട്ടു പോയത്? And he is asking, friend, why you has gone from Jerusalem? യെരൂശലേമിൽ പാർത്താൽ പോരായിരുന്നോ? You could have stayed in Jerusalem നീ itself. എന്തിനാണ് യെരൂശലേം വിട്ടു പോയത്? Why you left Jerusalem? ഇപ്പോൾ നിനക്ക് അസംഖ്യം മുറിവേറ്റിരിക്കുന്നു. You have numberless wounds now. ആ മുറിവുകൾ എത്ര മുറിവുകൾ ഉണ്ടെന്ന് പറയും. You tell, he will tell all his wounds. അവന്റെ നഷ്ടങ്ങളെ കുറിച്ച് പറയുക. He will tell all the lost things. അവന്റെ പരാജയത്തെ കുറിച്ച് പറയുക. This Levite will tell all your failures. ഇത് മാത്രമേ ലേവിനെ കൊണ്ട് കഴിയൂ. A Levite can do all such things. ഇതിന് പിന്നാലെ ഒരു പുരോഹിതൻ പോകുക. And after that one priest passed by. ആ പുരോഹിതൻ ചെന്നാൽ എന്തു പറയും? And that certain priest, what അയ്യോ, he said, നിനക്കിങ്ങനെ മുറിവേച്ചോ? oh, how this happened to ഈ you? മുറിവ് നിനക്ക് സംഭവിച്ചുവോ? How this has happened? നിന്റെ തലയിലൊരു മുറിവുണ്ട്. There is a wound in your head. ഇതിന് നീ ഒരു പാപയാഗം കഴിക്കണം. You have to do a sin offering for that. നിന്റെ മുതുകത്തൊരു മുറിവുണ്ട്. There is a wound in your back. അതിനൊരു പാനീയാഗം കഴിക്കണം. You should do a drink offering അവൻ for that. ചെയ്യേണ്ട യാഗങ്ങളുടെ നിര പറയുകയാണ്. And he will utter all the offerings which he has to ഇതിനപ്പുറം do. ലേവ്യനോ പുരോഹിതനോ അവനെ സഹായിക്കാൻ ഒക്കത്തില്ല. That means a Levite or a priest cannot help him. എന്നാൽ ഇപ്പോൾ ഒരു ശമരിയാക്കാരൻ അതിലെ പോകുകയാണ്. But a certain Samaritan is passing by. അവന് പാരമ്പര്യമില്ല. He doesn't have any historical background. അവനൊരു ഔദ്യോഗിക സ്ഥാനമില്ല. He does not have any official അവൻ state. സമൂഹം അംഗീകരിക്കപ്പെട്ട ഒരു പുരോഹിതനല്ല. He is not a priest who is എന്നാൽ അവനൊരു ശമരിയാക്കാരനാണ്. but he is a certain Samaritan. ആ ശമരിയൻ അവന്റെ അടുക്കലേക്ക് പോയി. This particular Samaritan is gone near him. അവനെ കണ്ടുടനെ അവനോട് കരുണ തോന്നി. Yes, he has showed compassion to him. തന്റെ വാഹന മൃഗത്തിൽ നിന്നിറങ്ങി He came down from his beast. അവന്റെ അടുക്കൽ ചെന്നു. He came near him. അവന്റെ മുറിവുകളെ എല്ലാം കെട്ടി. He bound up his wounds. ആ മുറിവ് കെട്ടുമ്പോൾ While binding his wounds, അവന് വേദനയുണ്ടായി. there is pain. അവൻ വേദനപ്പെടുകയാണ്. He is having pain. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? What he has done? വേദന അറിയാൻ അവന് കുറച്ച് വീഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. And in order to forget his pain, he has given little wine. താൻ കുടിക്കേണ്ട വീഞ്ഞാണ് ഈ മുറിവേച്ചവന് കൊടുത്തത്. He has given the wine which he should drink. തന്റെ ശരീരത്ത് പുരട്ടേണ്ട എണ്ണയാണ് ഇവന്റെ മുറിവിൽ ഒഴിച്ചത്. And he has poured some oil which he has to pour upon his body. ശമരിയക്കാരി 2 വസ്ത്രം ധരിക്കും. This Samaritan usually takes 2 raiment. ഒന്ന് അവരൊരു വലിയ നീലക്കുപ്പായം ധരിക്കും. One, there is a great long robe. 2 അവരൊരു പുതപ്പ് പുതയ്ക്കും. One, that second is he is wearing a cloth. ശമരിയക്കാരൻ ഇവനെ കണ്ടപ്പോൾ When this particular Samaritan has seen him, ഇവന്റെ അടുക്കൽ ചെല്ലുകയാണ്. and he came nigh unto him, ഇവന്റെ അടുക്കൽ ചെന്നിട്ട് and he came to him. അവനോട് കരുണ തോന്നി. He showed him compassion. ഭയങ്കരമായി കരുണ തോന്നി. He showed great compassion. പെട്ടെന്ന് അവന്റെ മുറിവുകളെ എല്ലാം കെട്ടി. And very soon he has അവന്റെ binded all his wounds. മുറിവിലേക്ക് എണ്ണ ഒഴിച്ചു. He poured much oil in his wound. അവന്റെ മുറിവിന്റെ വേദന അറിയാൻ അവന് വീഞ്ഞു കൊടുത്തു. In order to forget his pain, he has given wine. അവന്റെ വസ്ത്രം കീറി അവന്റെ മുറിവുകളെ കെട്ടി. He has teared his own garment and bound all his wounds. ബാക്കി വസ്ത്രം കൊണ്ട് അവന്റെ നഗ്നതയെ മറച്ചു. And by his remaining garment, അവൻ തന്റെ കരുണയുടെ കരം കൊണ്ട് അവനെ എടുത്തു. and by his compassionate hands he took him. അവന്റെ വാഹന മൃഗത്തിൽ കയറ്റി. He has lifted up and kept him on his beast. അവനെ സത്രത്തിലേക്ക് കൊണ്ടുപോയി. He has taken to the inn. അവന് വേണ്ടി 2 വെള്ളി നാണയം കൊടുത്തു. He has given 2 pence. ഒരു ദിവസം മടങ്ങി വരുമെന്ന് അവന് വാഗ്ദത്തം കൊടുത്തു. He has given that promise, one day I will return. പ്രിയ ദൈവ പൈതലേ, Oh dear child of God, നീ യെരൂശലേം വിട്ട് എരിയോവിലേക്ക് പോയോ? if you has gone from Jerusalem to Jericho, കള്ളന്മാർ അടിച്ചു നിന്നെ മുറിവേൽപ്പിച്ചുവോ? this thief has smitten you. ന്യായപ്രമാണത്തിന് നിന്നെ സഹായിപ്പാൻ സാധ്യമല്ല. Yes, the law could not heal you. പൗരോഹിത്യത്തിന് നിന്നെ സഹായിപ്പാൻ സാധ്യമല്ല. Yes, the priesthood could not heal you. എന്നാൽ നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ശമര്യനുണ്ട്. There is a certain Samaritan who can help ആ you. ശമര്യൻ നമ്മുടെ കർത്താവായ യേശുവാണ്. That certain Samaritan is our Lord Jesus. ഇന്ന് രാത്രി യേശു നിന്റെ അടുക്കൽ നിൽക്കുന്നു. Tonight your Lord Jesus is beside you. നിന്റെ മുറിവേറ്റ ഹൃദയത്തെ അവൻ കെട്ടിത്തരും. He is binding your wounded heart. അവന്റെ
കരുണയുടെ കരം കൊണ്ട് നിന്നെ താങ്ങിയെടുക്കും. He will lift by his compassionate heart. നിന്നെ സത്രത്തിലേക്ക് കൊണ്ടുപോകും. He will take you into that particular നിനക്ക് inn. വേണ്ടി ഇടിവിൽ നിൽക്കും. He will stand for you in the gap. യേശു പറയുന്നു, Jesus told, എന്റെ അടുക്കൽ വരുന്ന ആരെയും no, those who come before me, ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. I shall not cast him before നീ you. ഏത് മുറിവേറ്റ മനുഷ്യനാണ്? Whoever you should be wounded. ദൈവത്താൽ മുറിവേറ്റ മനുഷ്യനാണോ? You may be wounded by God. ആ മുറിവെല്ലാം നിന്റെ നന്മയ്ക്കാണ്. For all such wound is for your ആ goodness. മുറിവുകൾ നിന്നെ തേജസ്സിലേക്ക് നടത്തും. All your wounds will lead you to നീ glory. സാത്താനോടുള്ള യുദ്ധത്തിൽ മുറിവേറ്റവനാണോ? You have been wounded by Satan in the warfare. നിനക്ക് വേണ്ടി ആ ക്യാപ്റ്റൻ ഉത്തരവാദിയായിരുന്നു കൊള്ളും. Yes, this captain is responsible for your അവൻ grief. ചതഞ്ഞ ഓട ഒടിക്കത്തില്ല. He shall not destroy the broken reed. പുകയുന്ന തിരി കെടുത്തത്തില്ല. He shall not quench the smoking flax. സകല മനുഷ്യന് നിന്നെ തള്ളിക്കളഞ്ഞാൽ All people may forsake you. നിന്റെ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. Your God, your Lord shall not forsake you. നിന്നെ ഉയർത്തിയത് ദൈവമാണ്. Your God only has quickened you. നിന്നെ താഴ്ത്തിയത് ദൈവമാണ്. Your God has made a low state for you. സമൃദ്ധിയിൽ കൊണ്ടുവന്നത് ദൈവമാണ്. Lord has brought you into prosperity. നിന്നെ ദാരിദ്ര്യത്തിലേക്ക് നടത്തിയതും ദൈവമാണ്. Yes, the Lord only has led you to poverty. സാത്താൻ നിന്റെ തലമുടിനാരെ പോലും തൊടത്തില്ല. Satan cannot even touch നീ your hair. ഉറപ്പോടെ വിശ്വസിക്കുക. You believe and courageously. എങ്ങനെയുള്ള മുറിവാണ് നീ ഏറ്റിരിക്കുന്നത്? What type of wound you has been? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു ദർശനം കണ്ടു. Certain days before, I saw a vision. ഞാനന്ന് പറവൂരായിരുന്നു ഇരുന്നത്. At that time, I was in Paravur, ഇപ്പോൾ ഭയങ്കരമായൊരു യുദ്ധം നടക്കുകയാണ്. and there was a great war. ഭയങ്കരമായൊരു യുദ്ധം നടക്കും. There was a great war going on. ആയിരങ്ങൾ ഇങ്ങനെ വെട്ടേറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. Thousands were being smitten ആ and being falling പ്രഗത്ഭരായ down. അനേക പാസ്റ്റർമാർ വെട്ടി വീഴ്ത്തി പിശാചിനെ വീഴ്ത്തുകയാണ്. And many saints of God, great pastors, is smiting great people of devil. എനിക്കറിവുള്ളവരും എനിക്ക് മുൻപേ മരിച്ചു മൺമറഞ്ഞ അനേക വിശുദ്ധന്മാരുണ്ട്. Many saints of God, those who are gone before me. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അനേക വിശുദ്ധന്മാർ യുദ്ധം ചെയ്യുകയാണ്. Many saints of God are fighting this ഞാൻ battle. ഒരു വാളുമായി യുദ്ധകളത്തിൽ ഓടിയെത്തി. And I am running on with a sword to this അപ്പോൾ battlefield. നമ്മുടെ പരേതനായ പാസ്റ്റേസിയപ്പച്ചനെ ഞാൻ കണ്ടു. And I have seen our late pastor, Pastor A.C. അദ്ദേഹം Thomas. പെട്ടെന്ന് എന്റെ അടുക്കൽ വന്നിട്ട് And Appachan came near to me. എന്റെ കയ്യിൽ നിന്ന് വാളങ്ങു വാങ്ങി. He has taken the sword from my hand. അതിനുശേഷം റെഡ് ക്രോസിന്റെ ഒരു ബോക്സ് എനിക്ക് തന്നു. And he has given me a box of Red Cross. എന്നോട് പറയുകയാണ്, And he is telling me, മോൻ അതിവേഗം ഓടിപ്പോയി. and you have to go fast. ഈ പാളയത്തിൽ അനേകർ മുറിവേറ്റിരിക്കുന്നു. There are many wounded people in this camp. അനേകർ വെട്ടേറ്റ് മുറിവേറ്റിരിക്കുന്നു. Many people has been wounded in this camp. പോയി അവരുടെ മുറിവുകളെയെല്ലാം കെട്ടുവേ. You go and heal and bind all these wounds. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Oh, glory be to God. അന്ന് എനിക്ക് മനസ്സിലായി, That day I know. നമ്മുടെ സൈന്യത്തിന്റെ അധിപൻ മുറിവുകളെ കെട്ടുന്നവനാണ്. Yes, our captain of the host. ഇന്ന് is രാത്രി one binding our wounds. നീ ധൈര്യത്തോടെ പറയുവേ, Tonight you confess boldly. എന്റെ യേശു ജീവിക്കുന്നു. Yes, my Jesus liveth. അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. Thereby I too liveth. പറയുവാൻ ധൈര്യമുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ Those who can confess strongly can lift up your hands. സൈന്യത്തിന്റെ അധിപതിയായ യേശുവിനെ ആത്മാവിൽ കണ്ടാൽ You see the captain of our host, Jesus in അവൻ spirit. സൈന്യത്തിന്റെ അധിപതിയാൽ He is the captain of our host. യുദ്ധത്തിൽ മുറിവേറ്റ മുറിവുകളെ കെട്ടിത്തരും. He will bind all your wounds in warfare. അവൻ നല്ല ശമരിയക്കാരനാണ്. He is your good Samaritan. അവൻ പിന്മാറ്റത്തിന്റെ മുറിവുകളെ കെട്ടിത്തരും. He will heal all your wounded state of accident. വിശ്വാസത്തോടെ പറയുവേ, You confess with faith. യേശുവേ, Oh my Jesus, നീയാണ് എന്റെ സൈനാധിപൻ. you are the captain of my host. നീയാണ് എന്റെ ശമരിയക്കാരൻ. You are my good Samaritan. നീ ജീവിക്കുന്നു. You liveth. അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. Therefore I too liveth. വിശ്വാസത്തോടെ ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. അപ്പോൾ നമുക്ക് പിന്മാറ്റത്തിന്റെ മുറിവായിരിക്കാം. So there will be wounds of our backsliding. ആ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. So it can happen to our life. ഞാൻ ആ ദർശനം കണ്ട ശേഷം After I saw that vision, ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ and many times often I preach, പലരുടെയും കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചിട്ട് and I will remember the things of certain people, ആ ചെറിയ മീറ്റിംഗിൽ പോലും ആണെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ഓർക്കും. and I will remember to tell, even if
if it's a small meeting. പക്ഷേ പ്രസംഗിച്ചാരംഭിക്കുമ്പോൾ കരുണയിലും ദയയിലും കിടന്ന് ഞാൻ കറങ്ങും. And if I start my preaching, I will keep on wander in grace and mercy of God. അപ്പോഴാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ദർശനം ഓർമ്മ വരും. And in between, I will remember of this dream. പ്രിയ ദൈവ പൈതലേ, Oh dear child of God, നീ യെരൂശലേം വിട്ട് എരിഹോവിലേക്ക് പോയി. if you are gone from Jerusalem to കള്ളന്മാർ Jericho, നിന്നെ അടിച്ച് മുറിവേൽപ്പിച്ചു. the thieves have smitten you and wounded you. നിന്റെ മനസ്സാക്ഷിയിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടായി. There is a great deep wound in your നീ conscience. മരണദിനം കണ്ട് ഭയപ്പെടുന്നുണ്ടായിരിക്കും. You may be being afraid seeing your death day. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. You could not share to anybody. ഇല്ല, ന്യായപ്രമാണത്തിന് നിന്നെ സഹായിക്കാൻ ഒക്കത്തില്ല. Yes, the law could not help you. ഒരു യാഗത്തിന് നിന്നെ സഹായിപ്പാൻ കഴിയത്തില്ല. No offering can help you. നിന്നെ സഹായിപ്പാൻ ശമരിയക്കാരന് കഴിയും. Only this Samaritan can help you. നിന്നെ സഹായിപ്പാൻ നല്ലവനായ ശമരിയക്കാരന് കഴിയും. Yes, only this good Samaritan can help you. ആ ശമരിയക്കാരൻ നിന്റെ മുറിവൊന്നും എണ്ണത്തില്ല. He will not count your wounds. നിന്റെ നഷ്ടങ്ങളൊന്നും എടുത്തു പറയത്തില്ല. He will not tell you lost things. നീ ഒരുപക്ഷെ പറഞ്ഞാലും അവൻ കേൾക്കാൻ നിൽക്കത്തുമില്ല. Even if you explain, he will not stand to listen it. അവൻ കരുണയോട് നമ്മളെ സ്നേഹിക്കും. He will embrace you with compassionate hand. ചിലർക്ക് ഈ ദൈവവചനം കേട്ടാൽ വലിയ കുറ്റബോധം വരുന്നവരുണ്ട്. And some people have great confession here in the word of God. ദൈവവചനം കേട്ടാൽ നന്നായി ഉറങ്ങും. ഇവിടെ തന്നെ പലരും തച്ചിനിരുന്ന് ഉറങ്ങുന്നവരെ ഞാൻ കണ്ടു. And some people will have a great sleep. Many are often sleeping here. ജീവിതം ഒരു മെനക്കേടാണ്, നരകത്തിൽ പോകും ശ്രദ്ധയിൽ വെച്ചാട്ട്. And if you don't take care, you will go to hell. ഒന്നും എല്ലാം നമുക്ക് ഉള്ളത് കൊണ്ട് ഉറക്കം മാത്രമാണ് ഇപ്പൊ ഇല്ലാത്തത്. And if we have all, we doesn't have sleep now. അതെ, കഴിക്കാനും കുടിക്കാനും ഒക്കെ ഒരുപാടുണ്ടല്ലോ. We have much to eat and drink. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് ഫുഡ് കിട്ടുമല്ലോ. And even if this meeting finish, you will get standard food. വീട്ടിൽ ഉറക്കം കെട്ടവർ ഉറങ്ങിക്കാട്ടെ, അത് നല്ലതാണ്. And if you doesn't have sleep at your home, you can sleep here. ദൈവസന്നിധിയിൽ ഉറങ്ങിയ ഓരോ നിമിഷവും നിത്യതയിലെ നരകത്തിലെ 1000 വർഷം വീതം ആകും. ഓർമ്മയിലൊന്ന് വെച്ചോണം. But you should remember that if you sleep here, these seconds will count as 1000 years in hellfire. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to നമ്മൾ God. എങ്ങനെ മുറിവേറ്റ മനുഷ്യനാണ്. How we were wounded. നമ്മൾ ദൈവത്തോട് പോയി പറയുക. We are going and telling our Lord. മനുഷ്യർക്കൊന്നും നമ്മളെ സഹായിക്കാൻ ഒക്കത്തില്ല സഹോദരങ്ങളെ. People cannot help us. മനുഷ്യൻ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. There's a limit for the help of മനുഷ്യൻ man. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. There's a limit for people to hear. മനുഷ്യൻ അനുകമ്പ കാട്ടുന്നതിന് ഒരു പരിധിയുണ്ട്. There's a limit for the compassionate hand of man. അതിനപ്പുറത്ത് ഒരിക്കലും സാധ്യമല്ല. And beyond that, it's not possible. ഞാൻ പറഞ്ഞല്ലോ, ക്യാപ്റ്റനായ അലക്സാണ്ടർ എന്താ ചെയ്യുന്നത്? Yes, I have told that what the Captain Alexander is doing. ഭയങ്കര മുറിവേച്ചവനോട് എന്തു പറയും? And if one soldier is being wounded, വൈദ്യന്മാർക്ക് നിന്നെ സുഖപ്പെടുത്താൻ ഒക്കത്തില്ലല്ലോ. beloved friend, this physician could not heal you. നിന്റെ ജീവിതം നിനക്ക് വേദനയാണല്ലോ. This life is burden for you. നിന്റെ ജീവിതം സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടാണല്ലോ. This life is burdensome for your അതുകൊണ്ട് co-workers. നീ ധൈര്യമായി മരിച്ചാട്ടെ. So you die boldly. അങ്ങനെ ഒരു സൈനാധിപനല്ല നമ്മുടേത്. Our captain of host is not നമ്മുടെ likewise. സൈനാധിപൻ അവസാനം വരെ കാക്കുന്നവനാണ്. Yes, our captain of host is leading us till the end. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉത്തരവാദിത്തമുള്ളവനാണ്. He is a responsible captain of host in each and every one of your life. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഏറ്റവും ചെറിയ കാര്യത്തിലും ദൈവത്തിന് ഉത്തരവാദിത്തമുള്ളവനാണ്. In a tiny matter, even our Lord is responsible. എങ്ങനെ മുറിവേച്ചിരിക്കുന്നു? Yes, how you are being wounded. എങ്ങനെയാണ് നാം മുറിവേച്ചിരിക്കുന്നത്? How you are being wounded. യുദ്ധത്തിലുണ്ടായ മുറിവാണോ? It is being wounded by നമുക്ക് warfare. കർത്താവിനോട് പറയാം. You can tell it to the Lord. യുദ്ധത്തിൽ എനിക്ക് മുറിവേച്ചിരിക്കുന്നു. Yes, Lord, I am being wounded in the warfare. പിന്മാറ്റത്തിൽ എനിക്ക് മുറിവേച്ചിരിക്കുന്നു. Oh Lord, I am being wounded by backslid and ഞാൻ state. യെരൂശലേം വിട്ട് ദൂരെയായി പോയി. I am being far away from Jerusalem. എനിക്ക് മടങ്ങി വരാൻ ഒക്കുന്നില്ല. It's difficult for me to come back. എനിക്കൊരു കാര്യം അറിയാം. Yes, I know one thing. നീ ഒരു നല്ല ശമരിയനാണ്. You are a good Samaritan. നീ ഒരു നല്ല ശമരിയനാണ്. Oh, you are a good Samaritan. നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയും. You can surely help me. എത്ര പേര് ഏറ്റു പറയുന്നു? How many can confess the ഇന്ന് same? രാത്രി ആ ശമരിയൻ ഈ പന്തലിലുണ്ട്. Yes, that good Samaritan is in our midst tonight. അവൻ നിന്റെ മുറിവുകളൊക്കെയും കെട്ടിത്തരട്ടെ. He will surely bind all your wounds. അടുത്തതായി വരുന്ന മുറിവുകൾ Next wound. കാവൽക്കാർ വരുത്തുന്ന മുറിവുകളാണ്. It is because of the watchman. കാവൽക്കാർ ചിലപ്പോൾ നമുക്ക് നല്ല മുറിവ് വരുത്താറുണ്ട്. This watchman sometimes may wound us. ഉത്തമഗീത പുസ്തകം 5-ാം അധ്യായം
When we come to Song of Solomon, chapter 5, ഏഴാം വാക്യത്തിൽ വരുമ്പോൾ when we reach verse 7, അവിടെ പറയുകയാണ്, there it's written, കാവൽക്കാർ വരുത്തിയ മുറിവാണ്. the watchman that wounded me. എന്ന് വായിച്ച നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, അവർ എന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അപ്പൊ കാവൽക്കാരുടെ അടിയേച്ച് മുറിവേൽക്കുമോ? So, are you being wounded by watchmen? ചിലപ്പോ കാവൽക്കാർ നമ്മളെ അടിച്ച് നല്ല മുറിവ് കിട്ടിയെന്നൊക്കെ വരും. Sometime these watchmen will smite us and we will be wounded. ചില കാവൽക്കാർ നല്ല അടിയടിക്കും. Some watchmen will smite us very hard. ചിലർക്ക് മുറിവ് ഏൽക്കും. And some people might have been wounded. എനിക്കിതിന്റെ ആഴം എന്താണെന്ന് അറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. I didn't know the depth of this thing. അടുത്ത സമയത്ത് ഈ മുറിവേറ്റ ഒരാളെ ഞാൻ കണ്ടു. And I saw a wounded particular person recently. അമേരിക്കയിൽ നിന്ന് അവധിക്ക് വന്നതാണ്. And he came from States അപ്പൊ for vacation. കണ്ട ഒരു കാവൽക്കാരനെ അടിച്ചതിന്റെ കാര്യം എന്നോട് പറയുകയാണ്. And he was explaining that a thing which is a watchman has wounded him before. എനിക്ക് വലിയ അത്ഭുതം തോന്നി. I was surprised. പാസ്റ്റപ്പച്ച ഇന്ന പാസ്റ്റ് എന്നെ അടിച്ചു, എന്നോട് ആ വാക്ക് പറഞ്ഞു, ഇപ്പോഴും ആ മുറിവ് കരിഞ്ഞിട്ടില്ലെന്ന്. And he is telling Pastor, one Pastor Pachan has smote me, and till now that wound is in my heart. ഞാൻ പിന്നെ വിശ്വാസം വീട്ടിന്ന് ഭക്ഷണം കഴിക്കോ വെള്ളം കുടിക്കോ ചെയ്തിട്ടില്ല, വർഷം 18ഓളമായി. And before 18 years it has happened. Till now I doesn't eat or drink from Faith Home. അപ്പോഴാണ് ഈ വാക്യം എനിക്ക് പിടികിട്ടിയത്. At that particular time, this particular verse I reminded. കാവൽക്കാർ നമ്മളെ അടിച്ചെന്ന് വരും. So sometime this watchman will smite us. ആ അടിയുടെ മുറിവേറ്റവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? Is there anybody here has been smitten by watchmen? ഇപ്പോഴത്തെ കാവൽക്കാരൊന്നും വലിയ അടിയൊന്നും അടിക്കാറില്ല. And these present leaders or watchmen shall not smite us. പാസ്റ്റർമാരൊക്കെ പോലും മോനെ മോളെ എന്നൊക്കെ പിടിച്ചാ നിർത്തിയിരിക്കുന്നു. And many pastors has been calling son, daughter like this and keeping the അല്ലെങ്കിൽ people. അവൻ വിട്ട് നേരെ സൈക്കിളെ വിട്ട് കുവൈറ്റിൽ പോയി കളയും. And if it's not so, he will go by bicycle to Kuwait. പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ. And in the earlier times it was not so. നല്ല അടിയടിക്കും. This watchman will smite പഴയ hard. കാലത്തെ വിശുദ്ധന്മാർ ചുട്ട അടി തരും. And our older saints will give heartbeat. എനിക്ക് ഒട്ടും ഓർമ്മയുണ്ടായിരുന്നില്ല ഫെയ്ത്തോമി വരുമ്പോ. And when I came to Faith Home, I was not in a good knowledge. എന്ത് പറഞ്ഞാലും മറന്നുപോകും. And whatever they tell, I will forget. പക്ഷെ ആ മറവി മാറ്റി തന്നത് ബഹുമാനപ്പെട്ട സക്കരിയാപ്പച്ചന്. And that forgetfulness, it has been removed by Pastor Zachariah. എങ്ങനെ മാറ്റിയെന്നറിയാമോ? And how he has removed that. ഞാൻ ചെങ്ങന്നൂർ ഫെയ്ത്തോമിന്ന് ഒരു തലണ എടുത്ത് തിരുവല്ല ഫെയ്ത്തോം വരെ നടന്നുപോയി. And I has taken a pillow from the Faith Home in Chenganu and has walked till Tiruvalla. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കോണം. And what all difficulties. സക്കരിയാപ്പച്ചന് എന്ത് പറഞ്ഞാലും ഞാനങ്ങ് മറന്നുപോകും. Whatever he tell, I will forget. അതെല്ലാം ഓർമ്മയിൽ കൂട്ടി വെച്ചു. And he has been reminding all such things. മരിച്ചുപോയ കൊച്ചപ്പച്ചനുണ്ട്. And assistant pastor was there. മരിച്ചുപോയ സിസ്റ്റർ കുഞ്ഞമ്മനുണ്ട്. And late sister Kunyamma woman. മരിച്ചുപോയ സെൻട്രലിലെ അമ്മച്ചിയുണ്ട്. Our late Ammachi was പിന്നെ അന്ന് there. വാഹനം ഓടിക്കുന്ന ഒരു ബ്രദർ തങ്കച്ചനുണ്ട്. And the driver, brother Thangachan, was there. ചെങ്ങന്നൂർ ഫെയ്ത്തോമിലേക്ക് വന്നതാണ്. When we came to Chenganu Faith Home. അപ്പച്ചൻ പറഞ്ഞു ഒരു തലേണ എടുത്തോണ്ട് വാ. And he told to take one pillow. തലേണ മേടിച്ചോണ്ട് വന്നാ പറഞ്ഞു. And he to buy one pillow. നമ്മളവിടെ ചെന്ന് തലേണയൊക്കെ ചോദിച്ച് ചെല്ലാൻ പോകുമൊക്കെ പൂരിപ്പിച്ച് അതിന്റെ കവറും ഒക്കെ ഇട്ട് വരുമ്പോ സമയം ഒത്തിരിയായി. And if he asks for a pillow and if he takes shell form and all, it will take great time. അപ്പൊ ഞാൻ അതിബുദ്ധി കാണിച്ചു, വണ്ടിയിലെ തലേണ എടുത്തോണ്ട് കൊടുക്കും. And I have taken the pillow from the car. അപ്പച്ചൻ ആ തലേണ 2 മിനിറ്റ് കിടന്നപ്പം നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. ഇതിനാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. And Apachan had laid his hands only 2 minutes and he told, let us go back. വണ്ടിയെ കയറി കുറെ ദൂരം പോയി. Let us go back, and we were gone very far. പുറകിലേക്ക് ചാരി. And when we are gone, when he has looked back, എന്നോട് ചിന്തയടാ തലേണ, where is that pillow? ഞാൻ പറഞ്ഞു മറന്നുപോയി. I told, I forget. മറന്നുപോയവനെ എങ്ങനെയാടാ വിശ്വാസം വിട്ടി നിർത്തുന്നത്? If you are forgot, how can I keep you in the Faith Home? മറന്നുപോകുന്ന നിന്റെ കൂടെ എങ്ങനെയാടാ സിസ്റ്റേഴ്സിനെ അയക്കുന്നത്? If you are forget, how I can keep sisters with you? മറന്നുപോകുന്ന നിന്നെ എങ്ങനെയാടാ ഈ ജനത്തെ ഏൽപ്പിക്കുന്നത്? If you are a forgetful person, how I can give people to your hands? ഫാസ്റ്റർ ബെന്നി വണ്ടി നിർത്തേന്ന് പറഞ്ഞു. Pastor Benny, please stop the car. ബെന്നിയപ്പച്ചൻ പാവാണ്. And Pastor Benny Apachan അപ്പച്ചൻ പറഞ്ഞു അച്ഛാ അച്ഛാ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. And he told Apacha, കൊച്ചു പയ്യനല്ലേ, he is a small lad. ഫാസ്റ്റർ ബെന്നി വണ്ടി നിർത്തേന്ന് പറഞ്ഞു. Pastor Benny, please stop the car. അപ്പൊ വണ്ടി നിർത്തി.
He stopped the. പ്രാവുംകൂടിന്റെ അടുത്ത് വെച്ചാണ്. It was in near Pravankur. എന്നെ പിടിച്ച് പുറത്തോട്ടിറക്കി. He taken me and ഡോർ sent me വലിച്ച് outside. ഒറ്റയടെ അടച്ചു. He closed the door അപ്പച്ചൻ വണ്ടി വിട്ടങ്ങ് പോയി. and Appachan left. എന്ത് ചെയ്യാൻ? What I shall do? ഞാനോർത്ത് ഇതൊക്കെ എന്തൊരു സിയോനടാ, I thought, what all sign is this? ഇതെന്തൊരു പരിപാടി, What all things is this? എന്തോ ചെയ്യാനൊക്കെ 10 പൈസയില്ല കയ്യിലൊന്നും, പൈസയൊന്നും വെക്കാൻ ഒക്കെയല്ല. And we cannot keep any penny, any money in our ഞാൻ hands. അവിടെ നിന്ന് നടന്നു ചെങ്ങന്നൂർ ഫെയ്ത്തോമിയുണ്ട്. And I returned and walked till Chenganu Faitho. അന്ന് തിരുവനന്തപുരത്തിരിക്കുന്ന ബാബുവച്ചാനാണ് അവിടുത്തെ ആള്. And he was Pastor Babu. Appachan was in Chenganu എന്നാൽ അച്ഛൻ Faitho. എനിക്ക് 2 രൂപ തരണ്ടേ, അത് തന്നില്ല. And Appachan doesn't give me little money. എന്നെ ചൂടാക്കി, ഞാൻ ചെയ്യാമോ? And he has also ഇതാണോ told me. ഇതാണോ സുവിശേഷ വേല? And this gospel work. ആ തലയിണക്കി ഇറക്കി വിടാമോ? And if a pillow is forget, why Appachan has done, glory be to God. ഞാൻ പിന്നെ ഈ തലേണയും പൊതിഞ്ഞു കെട്ടി മനോരമ പേപ്പറിലെ തലേണയും പൊതിഞ്ഞു റോഡിൽ കൂടെ പോകുന്നു പറഞ്ഞ മനുഷ്യൻ എന്തോ ചിന്തിക്കും. And I have taken this pillow in the Manorama paper. I was walking along the road. ഞാൻ നടന്ന് അണച്ച് സെൻട്രൽ വൈത്തോമിച്ചു. And I have walked and reached the center അപ്പൊ Faitho. ബെന്യപ്പച്ചന്റെ അടുത്ത റൂള് പാസ്റ്റപ്പച്ചനോട് പോയി ക്ഷമ ചോദിക്കണം. And Pastor Benny Appachan told, you have to go to Center Pastor and to ask pardon. ഞാൻ ചോദിച്ചു അതെന്തിനാണ്? And I asked why. അങ്ങനെ ചെയ്യരുത്, പാസ്റ്റപ്പച്ചനോട് പോയി മുൻകാലെ തൊട്ട് ക്ഷമ ചോദിക്കും. And Benny Appachan told, you have to go and ask forgiveness. ഞാൻ പറഞ്ഞ അപ്പച്ചോ അതിനുള്ള കൃപയും സാക്ഷ്യതയും ഒന്നും എനിക്കില്ല. And I told Appacha, it doesn't have such grace. ഞാനേ പരിപാടി നിർത്തി അങ്ങ് പോവുക. And I'll stop and I'll go. അപ്പച്ചൻ എന്റെ കൈയുടെ കൂടെ ഒരു പിടി പിടിച്ചു. And Appachan has hold my hand. അഹങ്കാരം പറയുന്നോടാദ്യം, You should not speak like this. വായുടെ എന്ന് പറഞ്ഞു പിടിച്ചോണ്ട് You come here. തലേണെ അവിടെ വെപ്പിച്ചിട്ട് സക്കറിയാപ്പച്ചന്റെ കാലെ തൊട്ട് എന്നെ കൊണ്ട് ക്ഷമ ചോദിക്കും. And he has kept the pillow there. And I went to Pastor Zachariah Appachan and I asked him pardon. അപ്പച്ചൻ ചാടി എഴുന്നേച്ചു. Appachan got up. അപ്പച്ചൻ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. Appachan has embraced ഓ me. ദൈവം നിന്നെ വിളിച്ചോ ഇല്ലയോ എന്ന് അറിയാനാണ് ഞാൻ ചെയ്തത്. And I had done this to know that whether God has called you or not. ചിലപ്പോൾ കാവൽക്കാർ നമ്മളെ അടിച്ചെന്നു. Yes, certain times these watchmen will smite us. വലിയ സത്യം ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ. Yes, we are sharing a great truth. ഇന്ന് ഞങ്ങളുടെ സകല മാന്യതയുടെയും ആത്മീയതയുടെയും പിന്നിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ശിക്ഷണവും ശാസനയുമാണ്. Behind all the honor and the respect of our ministry, there are great rebuke and chastisement of our former saints. കാവൽക്കാരുടെ അടിയേറ്റവരാണോ നിങ്ങൾ? Is their wounds because of our watchmen? നീതിമാന്റെ ശാസനയുടെ തലക്കെണ്ണിയാണ്. Yes, the chastisement of a righteous is a good oil and my അവരെന്നെ head. അടിക്കുന്നത് എനിക്ക് അനുഗ്രഹമാണ്. It's a blessing which is for my head. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ അതൊന്ന് പറയാം? How many you can confess that? നീതിമാന്റെ ശാസന എന്റെ തലക്കെണ്ണയാണ്. Yes, the rebuke of the righteous is a great oil for my head. അവരെന്നെ അടിക്കുന്നത് ദയാണ്. It's a great kindness. എന്റെ വിശുദ്ധന്മാരെന്നെ അടിക്കട്ടെ. Yes, let the saints smite me. അവരെന്നെ ശാസിക്കട്ടെ. Let them chastise me. കാവൽക്കാരുടെ അടിയേറ്റവരെ, Oh, people who has been rebuked by watchmen. നിങ്ങൾക്ക് ദൈവത്തിങ്കൽ ഒരു സൂക്ഷിപ്പുണ്ട്. There is a great preservance from your God. കാവൽക്കാരുടെ അടിയേറ്റിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. Hallelujah. വലിയ ശക്തിയില്ല, വലിയ ശക്തിയില്ല. There is no great power. ഇപ്പൊ നമ്മൾ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കുമെന്ന് ഓർത്താ കാവൽക്കാർ നിൽക്കുന്നു. And our watchman is fearing us. They will beat us back. പണ്ടൊക്കെ തിരിച്ചായിരുന്നു കേട്ടോ. Before in earlier times it's not so. വിശുദ്ധന്മാരെ എന്താ പറഞ്ഞാൽ യെസ് അല്ലെ നോ. Yes, if the saints of God tell whatever it is yes, നമ്മൾ that's yes, അതിനപ്പുറത്ത് no. ന്യായോ നീതിയൊന്നും പറയാൻ നിൽക്കണ്ട. And we should not tell anything before that. കാര്യം അവർ പറയുന്ന ഭോഷത്വം പോലും ദൈവത്തിന്റെ നീതിയുടെ ഭാഗമായിരുന്നു. And whatever things which is foolish in the sight of them, it was the righteousness. അതുകൊണ്ടാണ് നമ്മുടെ വേല വളർന്നത്. That's why our ministry has been grown. ഈ വേല സ്ഥാപിക്കപ്പെട്ടിട്ട് 100 വർഷം പോലും ആയിട്ടില്ല. This ministry has been planned before not even 100 years. ഇപ്പോൾ ഇത് ഏതാണ്ട് 56 രാജ്യങ്ങളിലോളം വളർന്നു. Now it's almost in 56 countries. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഉണ്ടായി. There is lakhs of believers. അതുപോലെ നമുക്ക് എല്ലാ സമൃദ്ധിയും ദൈവം നൽകി. God has given us all such
prosperity. ഇതിന്റെ പിന്നിൽ വിശുദ്ധന്മാർ അല്ലെങ്കിൽ കാവൽക്കാരുടെ ശിക്ഷണവും ശാസനയും ഉണ്ട്. There is the chastisement and the rebuke of all our former saints. അപ്പൊ കാവൽക്കാരുടെ അടിയേറ്റിട്ട് മുറിവേറ്റ ആരെങ്കിലും ഉണ്ടോ? So is there anybody who has been smitten and been wounded by watchmen? ഞാൻ കൈവക്കാൻ പറയുന്നില്ല. And I am not lifting up your hands. കൈവക്കിയാൽ നിങ്ങളെ എല്ലാരും നോക്കി വെച്ചേക്കും. And if you lift up your hands, people will watch you. എന്നാലും മുറിവേറ്റവർ കാണും. But I think people are there. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്കും പിടികിട്ടിയത്. And before just 1 week, one person has shared this, and at that time I have അദ്ദേഹത്തെ പിടിച്ചോണ്ടുപോയി. And I have taken him. പിടിച്ചോണ്ടുപോയി കയ്യെ പിടിച്ച് ഞാൻ സോറി പറഞ്ഞു. And I have told sorry to him. അദ്ദേഹം ആ മാനസിക സംഘർഷാവസ്ഥയിൽ അത് പറഞ്ഞു പോയതാണ്. And because of his mental affliction, he has spoken likewise. മുറുകെട്ടി ഞാൻ ആ മുറുകെട്ടി തന്നെ പിടിച്ചോണ്ട് വന്നു. I had healed or binded his wound, and I made him to return. കാവൽക്കാരുടെ അടിയേറ്റ് മുറിവേറ്റവരുണ്ടോ? Is there anybody who has been wounded because of the watchman? ഞാൻ ഉമ്മനൂരായിരിക്കുമ്പോ When I was in Ummanu Faithum, അവിടെ ഒരു പഴയ കുടുംബം. there was an old family there. അത് പാസ്റ്റർ ഇസ്രായേലിന്റെ കാലത്ത് നമ്മളോടുകൂടെ വന്ന കുടുംബമാണ്. That was a family who came to our faith in the time of Pastor Israel. ഏതോ ഒരു നിസ്സാര കാര്യത്തിന് ഒരു പാസ്റ്റർ വഴക്ക് പറഞ്ഞ ആ കുടുംബം അങ്ങനെ അങ്ങ് പോയിക്കളാം. For a small thing, pastor has rebuked them, and the family has gone. അവര് മറ്റെങ്ങും പോയില്ല. But they had not gone anywhere. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. After many years. അപ്പോൾ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞ ഇങ്ങനെ ഒരു കുടുംബം ഇവിടെ ഉണ്ടേന്ന് പറഞ്ഞു. And one person came to me and told, Pastor, one such family is here. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. And I went to see that അദ്ദേഹം person. വളരെ കുഞ്ഞു ബാലനായിരിക്കുമ്പോൾ ഇതിൽ വന്ന വിശ്വാസിയാണ്. And he was a small lad when he came to this faith. അദ്ദേഹം പാസ്റ്റേസിയെയും ഡാനിയലിനെയും ഒക്കെ കണ്ട മനുഷ്യനാണ്. He has seen Pastor A.C. Appachan and Pastor M. Daniel Appachan. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പേര് വിളിച്ചോണ്ട് ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. And when I went near him and I embraced him, അപ്പോൾ താൻ കുറച്ച് കരഞ്ഞു. and he wept. തന്റെ മനോവേദനകളൊക്കെ പറഞ്ഞു. He told all his mental ഞാൻ പറഞ്ഞു agony. ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട. നിങ്ങളോട് പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരുടെ അവസാന ഓർമ്മയിലുണ്ടോ എന്ന് ചോദിച്ചു. I asked him, do you remember the works and the words of the saints which you have spoken to you? ആദ്യമൊക്കെ കുറെ തന്റെ വേദനകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. At the initial time he was telling all his mental agony. അവസാന ഒരു എഗ്രിമെന്റിലെത്തി. Finally he came to an agreement. ഞാൻ മടങ്ങി വരാം. I will come back. അദ്ദേഹം മടങ്ങി വന്നു. Yes, he returned. എനിക്ക് വലിയ അത്ഭുതം തോന്നി. I was surprised. ഞാൻ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. And when I was transferred, he embraced me. ഞാൻ മുറിവേറ്റ മനുഷ്യനായിരുന്നു. I was wounded. എന്നെ യെരൂശലേമിൽ മടക്കി കൊണ്ടുവന്നല്ലോ. You have brought me back to ഞാൻ Jerusalem. മരിക്കുന്നതുവരെ എന്റെ മുഖമോർത്തൊന്ന് പ്രാർത്ഥിക്കണമേ. Till my death, please remember my face and പ്രിയ pray. ദൈവ പൈതലേ, Oh dear child of God, നീ എങ്ങനെ മുറിവേറ്റ മനുഷ്യനാ? how you has been wounded. കാവൽക്കാരുടെ മുറിവേറ്റിരിക്കുന്നുവോ? Are you being wounded because of ഈ wounds? രാത്രി യേശുവിന്റെ മുറിവുകളെ കെട്ടിത്തരും. Yes, tonight Jesus will heal your wounds. അടുത്ത മുറിവേതാണ്? What is the next wound? സ്നേഹിതർ വരുത്തുന്ന മുറിവാണ്. It is the wounds from your friends. അതാ നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. It is unbearable for us. സ്നേഹിതർ വരുത്തിയ മുറിവ്. It is unbearable for us. The wounds അത് of നമുക്ക് friends. സഹിക്കാനൊക്കത്തില്ല. It is unbearable. ശത്രു മുറിവ് വരുത്തിയ പ്രതികാരം ഉണ്ടാകും. If enemy will wound us, then we can revenge. സ്നേഹിതർ വരുത്തിയ മുറിവ് എന്ത് ചെയ്യും? What if friends will wound us? സക്കരിയ പ്രവചനം 13 അധ്യായം 6 വാക്യം വായിക്കുമ്പോൾ When we come to book of Zechariah chapter 13 verse 4, അവിടെ നമുക്കൊരു വാക്ക് കാണാം. we can see a word there. ഈ മുറിവ് ഇതെന്താണ് ഈ പാട്? They are asking, what are these wounds? ഇതെന്താണ് ഈ പാട്? What are these wounds? അവൻ പറയാണ്, He is telling, എന്റെ സ്നേഹിതന്റെ വീട്ടിൽ വെച്ചുണ്ടായ മുറിവാ. those which I was wounded in the house of my friends. ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ആ മുറിവേറ്റ് നടക്കുക. Many thousands are carrying such wounds. ആയിരക്കണക്കിന് ആളുകൾ ആ മുറിവേറ്റ് നടക്കുക. Many thousands are carrying such wounds. സ്നേഹിതൻ വരുത്തിയ മുറിവാണ്. Those are wounds from their friends. എത്രയോ മാതാപിതാക്കന്മാർ മുറിവേറ്റ് നടക്കുക. Many such parents has been wounded. എത്രയോ കുഞ്ഞുങ്ങൾ മുറിവേറ്റ് നടക്കുക. Many children has been wounded എത്രയോ likewise. കുടുംബങ്ങൾ തകർന്നു മുറിവേറ്റിരിക്കുക. Many families has been broken and been wounded likewise. ശത്രു വരുത്തിയ മുറിവാണെങ്കിൽ If it's from an enemy, നിശ്ചയമായി നിങ്ങൾക്ക് പ്രതികാര ചിന്ത വരും. you can do or you will have a thought of പക്ഷേ revenge. സ്നേഹിതർ വരുത്തിയ മുറിവാണെങ്കിൽ എന്ത് ചെയ്യും? But if there is wound because of your friends, ദാവീദ് പറയുകയാണ്,
David says, ശത്രു എന്നെ നിന്ദിച്ചാൽ ഞാൻ സഹിക്കാം. if an enemy reproach me, I will suffer. എന്റെ രക്തത്തിൽ ജനിച്ച സന്തതിയായ അബ്ശലോം എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? But my blood brought that Absalom. If he reproaching me, what shall I do? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, Tonight, shall I ask you, നിങ്ങൾ എങ്ങനെ മുറിവേറ്റ മനുഷ്യനാണ്? how you has been wounded? സ്നേഹിക്കപ്പെട്ടവരാൽ മുറിവേറ്റതാ. You has been wounded by your friends? യുദ്ധത്തിൽ വന്ന മുറിവാണോ? Are you been wounded by your warfare? ദൈവ വൈതലേ, Oh dear child of ഇന്ന് God, രാത്രി നീ കയറി ചെന്നാൽ tonight if you return to നിന്റെ the Lord, മുറിവുകളെല്ലാം അവൻ നിനക്ക് കെട്ടിത്തരും. He will heal and bind all your wounds. നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. Yes, the God who has promised you, He is faithful. എല്ലാ മുറിവും കെട്ടിത്തരും. He will bind all your wounds. ചില നാളുകൾക്ക് മുൻപ് A certain time before, ഒരു വയോധനായ മനുഷ്യൻ ഫോൺ ചെയ്തു. a certain old man has telephoned me. അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക്, First word which he has spoken to me. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി. He told Pastor Bacha, I had done a great mistake. ദയവായി എനിക്കൊന്ന് ഇടിവിൽ നിൽക്കാമോ? Please stand for me in the gap. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? I asked, what's the reason? തന്റെ കുടുംബം തകർന്നു പോയി. And he told, my family is broken. ഒരു 45 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. And before some 45 years back. താനെ തന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. And he has forsake his wife and children, and he has married another one. അവസാനം ഈ സ്ത്രീയും കുഞ്ഞുങ്ങളും ഒരുപാട് വേദനപ്പെട്ട് ദൈവം അവരെ ഉയർത്തി വലിയവരാക്കി. And this particular woman and these children, God has lifted them in a good state. ഈ മനുഷ്യൻ ഒരുപാട് ഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞു. This man was wandering all over in the world. അപ്പോൾ തനിക്ക് വയസ്സ് 74 75ഓളമായി. At this particular time, he was 74 or 75 years old. തന്റെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവാണ്. He has great wounds in his mind. അപ്പൊ എന്നോട് പറഞ്ഞൊരു വാക്ക് എന്തെന്നറിയാം? And the one word he has spoken me, എന്നെ ഒന്ന് സഹായിക്കണം. Pastor Pachan, please help me. ഞാൻ ആ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ല. I didn't give anything to my എനിക്കൊരു children. ആഗ്രഹമുണ്ട്. And I have a desire. എന്റെ മകൾക്ക് ഒരു ഇത്ര ലക്ഷം രൂപ കൊടുക്കണം. I should give this much lakh rupees to my daughter. അതിന്റെ ഇടയിൽ നിന്ന് ഒരു വാക്ക് പറയാമോ? And Pastor Pachan, being standing in the gap, should tell one thing. അദ്ദേഹം പറയാണ്, എന്റെ മരണനാൾ അടുത്തു പാസ്റ്റർ Pastor Pachan, my death time, my end is എന്റെ at hand. ഉള്ളം വിറച്ചുകൊണ്ടിരിക്കുക. And my mind is trembling. ഞാൻ മഹാദുഷ്ടനാണ്. And I am a great wicked person. ഞാൻ ആ സാധുവായ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും തള്ളിക്കളഞ്ഞു. And I have forsaken that poor ഇപ്പോൾ എല്ലാവരും woman and children. എന്നെയും തള്ളിക്കളഞ്ഞു. But now all has forsaken me too. എന്റെ ഉള്ളം നീറുകയാണ്. And my mind is now. ഞാൻ പറഞ്ഞു, ഞാൻ അതെന്താന്ന് വെച്ചാൽ ചെയ്യാം. And I told I will do as much I can. അധികം വൈകുമ്പോൾ ഞാൻ ആ മകളെ ഫോൺ ചെയ്തു. And very soon I called ഞാൻ that പറഞ്ഞു, ഞാൻ sister. നിന്നോടൊരു കാര്യം പറയാൻ പോകുകയാണ്. I told I am telling a particular thing to you. ആ പറഞ്ഞ ഉടനെ അവൾ കേട്ടു. Suddenly she heard. ഒരു സെക്കൻഡ് മൗനമായി നിന്നു. For 1 second she. പിന്നീട് എന്നോട് പറയാണ്, And after that, സോറി പാസ്റ്റർ പച്ച, sorry ആ pastor, കാര്യം ഇനി എന്നോട് സംസാരിക്കരുത്. you should not speak that particular thing to me. ദയവായി ഇനി ആ മുറിവിനെ തൊടരുത്. Please don't touch that wound. എന്റെ ഉള്ളം വിറച്ചുപോയി. Yes, my mind got trembled. പാസ്റ്റർ പച്ച, ഇനി സംസാരിച്ച ആ മുറിവിനെ തൊടരുത്. Oh Pastor Pacha, please touch my wound. ഞങ്ങൾ അത് മറക്കാൻ ശ്രമിക്കുകയാണ്. We are trying to forget that. ദയവായി അത് ഓർമ്മപ്പെടുത്തരുത്. Please don't remember us. എനിക്ക് ഒരു പൈസ പോലും വേണ്ട. I just don't want any money. ഇനി അപ്പച്ചൻ ആ വാക്കെന്നോട് പറയും. Apachan should not tell any word കാര്യം concerning that. സ്നേഹിക്കപ്പെട്ടവരാലേറ്റ മുറിവാണ്. Because of the wounds by the friend. ഇന്ന് രാത്രി നിന്റെ മനസ്സിന്റെ മുറിവ് ഏതാണ്? Tonight, what's your wound? നിന്റെ കുഞ്ഞുങ്ങൾ വരുത്തിയ മുറിവാണോ? Is it because you happened because of your നിന്റെ children? മാതാപിതാക്കന്മാർ വരുത്തിയ മുറിവാണോ? It happened because of your parents. നീ സ്നേഹിച്ച നിന്റെ കുടുംബം വരുത്തിയ മുറിവാണോ? It's because your people which you allowed. നിന്റെ കുടുംബം വരുത്തിയ സ്നേഹമാണോ? Is because of your family ones. നിന്റെ സ്നേഹിതൻ വരുത്തിയ മുറിവാണോ? Is the wound because of your friends? ആ മുറിവോടെ നിന്റെ പ്രാണൻ അലയുകയാണോ? Is your soul being wandering here and there because of that ഇന്ന് wound? രാത്രി ഹോശയ്യ പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലുവീ, അവൻ നിന്റെ മുറിവുകളെ കെട്ടിത്തരും. Tonight Prophet Hosea is telling, come let us return to the Lord. Yes, he will bind all your wounds. 100% അവൻ നിന്റെ മുറിവുകളെ കെട്ടിത്തരും. 100% he will heal and bind all your wounds. ദയവായി നീ മുറിവേറ്റവനായി ദൈവസന്നിധി വിട്ടു പോകരുത്. You should not be wounded and go away from the presence of God. ദൈവമക്കളെ, Oh dear children of നമ്മുടെ God. യേശു നമ്മുടെ മുറിവുകളെല്ലാം കെട്ടിത്തരും. Yes, our Jesus will bind all our wounds.
നമുക്ക് യേശുവിന്റെ അടുക്കൽ കയറി Let ചെല്ലാം. us all return to our Lord. സ്നേഹിതര് വരുത്തിയ മുറിവാണോ? If you have wounds from your ഞാൻ friends, പറഞ്ഞല്ലോ മറ്റു മുറിവുകളൊക്കെ പ്രതികാരം ഉണ്ടാക്കും. and I have told that many other wounds you can give revenge. പക്ഷേ സ്നേഹിതര് വരുത്തിയ മുറിവ് എന്ത് ചെയ്യും? And if you have wounds because of your ആ friends, what shall you ഇങ്ങനെ do? വ്രണമായിരിക്കും. And it will be a great boil. എന്നോടങ്ങനെ ചെയ്തല്ലോ, Oh, how it happened to me. എന്നോടങ്ങനെ പറഞ്ഞല്ലോ. Why they have told likewise to me. വർഷങ്ങൾ കഴിഞ്ഞാലും ഏറ്റു പറയുന്നവരെ കണ്ടിട്ടില്ല. After many years they will confess the same. വേദന ഒന്ന് തന്നെയാണെങ്കിലും Even though the pain is similar, പക്ഷെ അതിന് വ്യത്യാസമുണ്ട്. there is a difference. ഉദാഹരണം ഞാൻ പറയാം. I am telling an example. നിങ്ങളുടെ കിണറ്റിൻ കര നിങ്ങൾ കഴുകാതെ കിടന്ന് If you are that well, that surrounded part, if you are not cleaning, നിങ്ങൾ ഒരു ദിവസം വെള്ളം കോരാൻ പോകുമ്പോ if you go to draw water, നിങ്ങൾ കാല് വഴുതി വീണെന്നിരിക്കാം. you will slip and will fall. നിങ്ങളുടെ നടുപിടിച്ചാ വീണത്. And your back is affected. അയ്യോ ഭയങ്കര വേദനയായി. And you have great pain. നിങ്ങൾ പ്രാർത്ഥിച്ചു, You prayed. ചിലര് വിച്ചു തേച്ചു, And somebody has applied അത്യാവശ്യ which, കാര്യങ്ങളൊക്കെ ചെയ്ത് ആശ്വാസം പ്രാപിച്ചു. and you have been relieved a little. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആ വേദന വരാറുണ്ട്. And in between that pain will come. എങ്കിലും നിങ്ങൾക്ക് ആ രംഗം ഓർക്കാൻ ഇഷ്ടമില്ല. But you does not want to think about that particular എന്നാൽ time. നിന്നെ മാത്രം സ്നേഹിച്ചോളാം, But if you, I will love you. നിന്നോടുകൂടെ മാത്രം ഇരുന്നോളാം, I will be with you. മരണത്താലല്ലാതെ വേർപിരിയത്തില്ല. But without death we shall not be separated. ഇങ്ങനെല്ലാം പറഞ്ഞ ഭർത്താവ് And if your husband telling all such, ചായക്ക് ചൂടില്ലെന്ന് പറഞ്ഞ് if he is telling there is, നിങ്ങൾക്കിട്ടൊരു തൊഴി തന്നിരിക്കും. if you give a good weight to your, തൊഴി കൊണ്ട് നിങ്ങൾ ഉരുണ്ടു വീണതാ. and if you has been fallen down, അപ്പൊ നിങ്ങളുടെ നടുവിന് വേദന ഉണ്ട്. and now you have back pain, കുറെ കഴിയുമ്പോൾ നിങ്ങൾ എന്തോ പറയും? and afterwards what you will അമ്പോ, tell? ആ കാലം തൊഴിച്ചതാ, വേദന പോകുന്നില്ല. Oh, that wicked man has smitten me and this pain is not going. അങ്ങനെ പറയത്തില്ലേ? Surely you will tell. കിണറ്റിങ്കര വീണപ്പോഴും വേദന ഇത് തന്നെയാ. But if you have fallen down near the well, the pain was similar. കിണറ്റിൻകരയെ ഓർത്ത് നമ്മൾ പ്രാകാരോ ശപിക്കാറോ ഒന്നുമില്ല. But we will not curse that well. കിണറ്റിങ്കര ഓർക്കാറുമില്ല. We will not remember that well. പക്ഷേ സ്നേഹിക്കുന്നവൻ ചെയ്തത് മറക്കാൻ ഒക്കുന്നില്ല. But that friend that he has done, we cannot forget it. വേദന രണ്ടും ഒന്നാണ്. The pain is similar. പക്ഷെ ആ വേദന വന്ന് 50 കൊല്ലം കഴിയുമ്പോഴും പറയും. But even after 50 years, you will tell that. ഇന്നാള് ഭർത്താവ് മരിച്ചു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരമ്മച്ചി എന്നോട് പറഞ്ഞു, പണ്ടയാൾ എന്നെ തൊഴിച്ചതാ പാസ്റ്റേ, ഇപ്പോഴും വേദന പോയിട്ടില്ല. And even after the 10 years of departure of a husband, one old lady, mother is telling, he has beaten me once. ഒന്നാം പുനരുദ്ധാനം കഴിഞ്ഞാലും ആ വേദന മറക്കുന്നില്ല. And even after first resurrection, they will not forget that പക്ഷേ pain. കിണറ്റിങ്കര വീണ വേദനയുണ്ടെങ്കിലും രംഗം ഓർക്കുന്നില്ല. But if you have been, if you fell in the near the well, you will not remind. ഇതാണ് സ്നേഹിക്കപ്പെടുന്നവരാൽ മുറിവേൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. This is the pain or wounds because of the friends. ഇങ്ങനെയുള്ള മുറിവേറ്റ ആരെങ്കിലും ഉണ്ടോ? Is there anybody has been affected by because of രാത്രി such നമുക്ക് wounds? കർത്താവിന്റെ അടുക്കൽ കയറി പോകാം. Let us all return to our Lord. വീണ്ടും തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ Finally, again in the scripture, അവിടെ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, again wise man King Solomon is telling. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. When we come to the book of Ecclesiastes, chapter 10, അത് verse 10. മലയാള വാക്കിൽ അല്പ വ്യത്യാസമുണ്ട്. If you read Malayalam, it's little ഇവിടെ different. തമിഴ് ബൈബിൾ ഉണ്ടോ? തമിഴ് വാക്കിൽ കറച്ച് കൊടുത്തിരിക്കുന്നു. In Tamil translation, it is translated. അവിടെ ഒരു വാക്ക് പറയുകയാണ്, കല്ല് വെട്ടുന്നവന് മുറിവേക്കും. There is a particular thing told here, whoso removeth the stones shall be hurt. വിറക് കീറുന്നവന് ദണ്ഡനം ഉണ്ടാകും. Whoso clayeth the wood shall be in danger. കല്ല് വെട്ടുന്നവന് മുറിവേക്കും. Whoso removeth stones shall be hurt. വിറക് കീറുന്നവന് ദണ്ഡനവും കല്ല് വെട്ടുന്നവന് മുറിവേക്കും. So that means he that cleaveth the wood shall be endangered, and whoso removeth the stones shall be hurt. തമിഴ് അങ്ങനെ വസനം തമിഴില് വായിക്കാം ഇല്ലല്ലേ? കായപ്പെടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. കല്ലുകളെ വെട്ടുന്നവന് അതിന്റെ മുറിവേക്കും. And whoso removeth the stones shall be hurt. കല്ല് വെട്ടുന്ന എല്ലാ ശുശ്രൂഷകരും ഓർത്തോണം. So all those workers who is removing the stones, സിയോന്റെ കല്ല് വെട്ടുന്നവർക്കെല്ലാം മുറിവേക്കും. whosoever removing the stones of Zion, they shall be wounded. യാഗപീഠത്തിന്റെ വിറക് കീറുന്നവന് ദണ്ഡനം ഉണ്ടാകും. Whosoever cleaveth the wood of the altar, he will be wounded. സിയോന്റെ കല്ല് വെട്ടുന്നവന് മുറിവേറ്റിരിക്കും. Whosoever removeth the stones of Zion, he shall be hurt. നമുക്കിപ്പോ ഇന്ത്യൻ ക്യാപ്റ്റൻ പണ്ടത്തെ കപിൽ ചെയ്ത പോലെ തലയിൽ ഒരു ഹെൽമെറ്റും
കാലിലൊരു പാടും ഒക്കെ വെച്ച് കല്ല് വെട്ടാൻ നോക്കൂ. And we cannot do as Indian cricket captain Kapil Dev has put a helmet upon his head and a pad in his leg likewise. ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് കല്ല് വെട്ടാനൊക്കെ. We cannot cut the stones likewise. സിയോന്റെ കല്ല് വെട്ടുന്നവൻ അതിന്റെ മുറിവേൽക്കും. Whosoever removeth the stones of Zion, he shall be hurt. ആ യാഗപീഠത്തിന്റെ വിറക് എറിയുന്നവന് അതിന്റെ ദണ്ഡനമേൽക്കും. Whosoever cleaveth the wood of the altar, he shall be endangered. ജാതികളോട് ദൈവരാജ്യം പ്രസംഗിക്കുന്നവൻ അതിന്റെ ദണ്ഡനം ഉണ്ടാകും. Whosoever preach the gospel of the kingdom to Gentiles, സിയോന്റെ കല്ല് വെട്ടുന്നവൻ അതിനാൽ മുറിവേൽക്കും. whosoever removeth the stones of Zion, he shall be hurt. പക്ഷേ ആ മുറിവിലൊന്നും ദൈവം നമ്മെ തള്ളിക്കളയത്തില്ല. But God shall not forsake us in all such wounds. എത്രയോ ശുശ്രൂഷകർ എവിടെയെല്ലാം വെച്ച് മുറിവേച്ചിരിക്കുന്നു. Many such workers has been wounded in many places. ചിലര് ചിന്തിക്കും, കർത്താവേ ഈ മുറിവെല്ലാം ഏച്ചുപോയല്ലോ. And many workers may think likewise, oh Lord, I have been wounded all such. ഈ എന്തിനാണ് ഈ മുറിവേൽക്കുന്നത്? Why I have gone through all such wounds? പ്രിയ ദൈവ പൈതലേ, Oh dear child of God, കർത്താവിന്റെ ശുശ്രൂഷകരെ, oh dear servants of God, നിങ്ങളുടെ ഓരോ മുറിപ്പാടുകളും നിത്യതയുടെ തേജസ്സാണ്. all your hurts, all your wounds in this present world, it's an eternal weight of glory. കല്ല് വെട്ടുന്നവന് മുറിവേൽ. Surely whosoever removeth the stones shall be hurt. നമ്മളെ കുറിച്ച് നമ്മുടെ ദൈവത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം. Yes, our God is totally responsible in our matter. അടുത്ത കാലത്തെ ഒരു സ്നേഹിതൻ എനിക്കൊരു കഥ പറഞ്ഞു തന്നു. In his time of affliction, and one friend has told a story to me. അത് മഹാനായ നെപ്പോളിയന്റെ കഥയായി. It's about great emperor Napoleon. ഒരു നാൾ നെപ്പോളിയൻ യുദ്ധത്തിനായി പുറപ്പെട്ടു പോയി. One day King Napoleon went for war. അപ്പോൾ അദ്ദേഹം തന്റെ ആർമി ക്യാമ്പിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. And he has given a new rule in his army camp. എന്താണ്? What is that new rule? വൈകിട്ട് 6 മണി കഴിഞ്ഞ് ആരും ക്യാമ്പിൽ വിളക്ക് കത്തിക്കരുത്. After 6 o'clock, nobody should light the lamp in the camp. ഈ ലൈറ്റ് കണ്ട് ശത്രു നമ്മളെ ആക്രമിക്കും. If the enemy shall see the lamp, he will attack us. ആർമി ക്യാമ്പ് ഫുള്ള് ലൈറ്റ് കെടുത്തിയിരിക്കുക. So in the army camp, the total light was off. അവിടെ എങ്ങും വെട്ടം കാണാനില്ല. There was no light there. അപ്പോൾ ഈ നെപ്പോളിയൻ കുതിരപ്പുറത്ത് പോകുമ്പോൾ When that Napoleon was going in his ഒരു കൂടാരത്തിന്റെ വാതിക്കൽ ഒരു വിളക്ക് മെഴുകുതിരിയിരുന്നു കത്തുന്നു. and in one tent he saw a small candle. ക്യാപ്റ്റന് ഭയങ്കര ദേഷ്യം തോന്നി. And he was very much angry. താൻ പെട്ടെന്ന് കുതിരയെ നിർത്തി അടുക്കൽ ചെന്നു. And he stopped his horse and went there. താൻ അവിടെ ഉള്ളവൻ ആ പട്ടാളക്കാരനെ കൊല്ലാനാണ് ചെന്നത്. And he went to smite and to kill that പക്ഷേ soldier. വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. But that candle was burning. ആ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നു. That candle was burning. അതിന് മുമ്പിൽ ഒരുവൻ മുട്ടിൽ കമന്ന് ഉറങ്ങുന്നു. And one person was kneeling down and was sleeping there. ആ മെഴുകുതിരിയുടെ അടുക്കൽ ഒരു എഴുത്തിരിക്കുന്നു. And there was a particular letter near that candle. ആ പെട്ടെന്ന് ഈ എഴുത്ത് ഈ ക്യാപ്റ്റന്റെ കണ്ണിൽ പെട്ടു. And this particular letter, this Napoleon saw. അദ്ദേഹം കുനിഞ്ഞ ലെറ്റർ എടുത്തു. He took this letter. അദ്ദേഹം അതിൽ വായിച്ചു. And he read it. എന്താ വായിച്ചത്? What he has ഞാൻ read. നാളെ യുദ്ധത്തിന് പോവുകയാണ്. I am going for battle ഒരുപക്ഷേ tomorrow. ഞാൻ യുദ്ധത്തിൽ മരിച്ചേക്കാം. If I will die in the battle, ഞാൻ യുദ്ധത്തിൽ മരിച്ചുപോയാൽ if I may die in the battle, എന്റെ വാർദ്ധക്യത്തിലിരിക്കുന്ന അമ്മയെയും and my old aged എന്റെ mother, 2 സഹോദരിമാരെ ആര് സംരക്ഷിക്കും? oh my 2 beloved sisters, who will take care of? ഇത് എഴുതി വെച്ചിട്ട് അവൻ ഉറങ്ങുകയാണ്. And he has written likewise, and he has പെട്ടെന്ന് sleeping. ക്യാപ്റ്റൻ അത് കണ്ടു. And the captain saw that. നെപ്പോളിയൻ അടുത്തിരുന്ന പേന എടുത്തു. Napoleon took the pen. അവൻ അവസാന വരികളിൽ എഴുതി ചേർത്തു. And in the end, നീ he has written, യുദ്ധത്തിനായി പോകുക. you go towards the war. നീ നാളെ യുദ്ധത്തിനായി പോകുക. You go forward towards the war. നിനക്ക് മരണം സംഭവിച്ചാൽ Even though you may die, നിന്റെ അമ്മയുടെയും സഹോദരിമാരുടെ ഉത്തരവാദിത്വം, the responsibility of your mother and your sisters, അത് നെപ്പോളിയന്റെ ഉത്തരവാദിത്തമായിരിക്കും. yes, it's the responsibility of Emperor Napoleon. അവനെ ഉണർത്താതെ ക്യാപ്റ്റൻ അവിടെ വെച്ചിട്ട് മടങ്ങിപ്പോയി. Likewise it's written, and he does not took that ഈ നെപ്പോളിയൻ വന്നതും പോയതും അവൻ അറിഞ്ഞില്ല. and this person doesn't know Napoleon came and gone. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഇത് വായിച്ചു. And when we woke up, he read this paper. പടനായകൻ പറയുകയാണ്, And the captain of the host is നീ telling, നാളെ യുദ്ധത്തിനായി പോകുവേ. you go forward for the battle tomorrow.
എന്തെങ്കിലും സംഭവിച്ചാൽ If something happens to you, നിന്റെ പ്രാണന് ഞാൻ ഉത്തരവാദിയാണ്. I will responsible for your life. നിന്റെ സഹോദരങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയാണ്. I will responsible for your ഞാൻ brothers. നിന്റെ അമ്മയ്ക്ക് ഉത്തരവാദിയാണ്. I will be responsible for your mother. ആരാണ് എഴുതി വച്ചിരിക്കുന്നത്? Who has written likewise? സൈന്യത്തിന്റെ അധിപതിയായ നെപ്പോളിയനാണ്. He is the captain of hosts, Napoleon. കല്ലുവെട്ടി മുറിവേൽക്കുന്നവരെ, Oh, those who are removed the stones and being hurt. യുദ്ധത്തിനായി പുറപ്പെടുവീ. Oh, you go forward with the war. നിങ്ങളുടെ പ്രാണൻ ദൈവത്തിന്റെ ജീവമാണ്ഡത്തിൽ കെട്ടിയിരിക്കുക. Your life has been tied in the back of your Lord. നിങ്ങളുടെ പ്രാണൻ അവൻ ഉത്തരവാദിയാ. Yes, He is responsible for your life. നമ്മുടെ ദൈവം നമ്മെ അനാഥരായി വിടത്തില്ല. Yes, our Lord shall not leave us ഇന്ന് comfortless. രാത്രി നമുക്ക് ദൈവത്തിങ്കിലേക്ക് കയറി ചെല്ലാം. Tonight let us all return unto our Lord. പ്രവാചകനായ യേശയ്യാവ് പറയുന്നു, Prophet Isaiah tells us, ഒരു ദിവസം നീ നിന്റെ ദൈവത്തെ കാണും. one day you will see your Lord. അപ്പോൾ അവൻ നിന്റെ മുറിവുകളെ പൂർണ്ണമായി കെട്ടിത്തരും. One day He will bind all your wounds. അമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. Surely He will comfort you like a mother. നിന്റെ ശോഭ സൂര്യനെ പോലെയായി തീരും. Your glory shall be like of the sun. നിന്റെ പ്രഭ ചന്ദ്രനെ പോലെയായി തീരും. Your like of the moon. നിന്റെ ദുഃഖവും നെടുവീർപ്പും നിന്നെ വിട്ടോടിപ്പോ. Yes, your sorrow and sighing shall flee away. രാത്രി നമുക്ക് കർത്താവിന്റെ മുഖം ധ്യാനിക്കാം. Yes, today shall we meditate the face of the നമുക്ക് Lord. ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലാം. Let us all return to our Lord. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാൽ Let us all close our eyes. മീറ്റിംഗ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. Yes, we are going to finish our ദയവായി meeting. കുഞ്ഞുങ്ങൾ ഇതിന്റെ ഇടയിൽ ഇറങ്ങിപ്പോയി ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തരുത്. Please, children, do not walk here and there and lose the presence of God. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. Please close our ഒരു eyes. നിമിഷം എല്ലാവരും ഒന്ന് മുഴങ്കാൽ മേലിരുന്നാൽ Let us all be on your knees for a moment. പ്രവാചകൻ എന്താണ് നിന്നോട് പറയുന്നത്? Yes, what prophet is telling you? ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലുവേ. Yes, let us all go unto our Lord. അവൻ നിന്റെ മുറിവുകളെ കെട്ടിത്തരും. He will bind all your wounds. ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലുവേ. Let us go unto our Lord. അവൻ നിന്റെ മുറിവുകളെ കെട്ടിത്തരും. He will surely bind your wounds. അവൻ എല്ലാ മുറിവുകളെയും കെട്ടിത്തരും. Surely He will bind all your wounds. ഒരുപക്ഷെ ഇപ്പോൾ നിന്റെ മുറിവ് സമുദ്രം പോലെയുള്ള മുറിവായിരിക്കാം. Yes, maybe your wound be like a great breach, like a great sea. ലോകത്തിൽ ആർക്കും നിന്നെ സഹായിപ്പാൻ കഴിയാതെ ഇരുന്നേക്കാം. Nobody in this world can help you. മുറിവേറ്റവനായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവോ? Oh, you are being wounded in the presence of God. മനസ്സിൽ മുറിവേറ്റവനായി ഇരിക്കുന്നുവോ? Are you being wounded in your mind? ആത്മാവിൽ മുറിവേറ്റവനായി ഇരിക്കുന്നുവോ? Are you being wounded in your spirit? ഇന്ന് രാത്രി ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലുവേ. Tonight, let us go unto our Lord. കർത്താവ് നിന്റെ മുറിവുകളെ കെട്ടിത്തരും. Yes, our Lord is one who binds the wounds. ദൈവം വരുത്തിയ മുറിവുകളാണോ? Is the wounds because the Lord has given you? അതെല്ലാം നിനക്ക് നന്മയ്ക്കായി തീരും. Everything is for your good. ദോഷമായിട്ടൊന്നും നിന്റെ ദൈവം നിന്നോട് ചെയ്യത്തില്ല. God shall not do anything evil to you. ദൈവ പൈതലേ, Oh, dear child of God. സാത്താനോടുള്ള യുദ്ധത്തിലേറ്റ മുറിവാണോ? Yes, it is because of Satan in this ഇന്ന് warfare. രാത്രി ആ സൈനാധിപൻ നിന്റെ പ്രാണന് ഉത്തരവാദിയാണ്. Yes, tonight the captain of the host is responsible for your soul. അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയുന്നവനല്ല. He shall not destroy the broken reed. അവൻ പുകയുന്ന തിരി കെടുത്തി കളയുന്നവനല്ല. He shall not quench the smoking ഒരുപക്ഷേ flame. പിന്മാറ്റത്തിന്റെ മുറിവുകളാണോ? You may be backslidden and be ഇന്ന് wounded. രാത്രി ശമരിയക്കാരൻ നിന്റെ അടുക്കൽ നിൽക്കുക. Yes, the good Samaritan is beside you. അവന്റെ കയ്യിൽ എണ്ണയുണ്ട്. Yes, there is oil in your അവന്റെ hand. കയ്യിൽ വീഞ്ഞുണ്ട്. Yes, there is wine in his hand. അവൻ കരുണയുള്ളവനാണ്. He is a merciful God. ഇന്ന് രാത്രി നിന്റെ പിന്മാറ്റം മാറ്റിക്കളെ. Tonight, remove your നിന്നെ backslidden. യെരൂശലേമിലേക്ക് മടക്കി വരുത്തും. He will take back you into ഒരുപക്ഷേ Jerusalem. കാവൽക്കാരാൽ മുറിവേറ്റതാണ്. Oh, either you have been wounded ആ because of മുറിവുകളെ watchmen. ഇന്ന് രാത്രി ദൈവം നിനക്ക് കെട്ടിത്തരും. That wounds also your Lord will bind. ഒരുപക്ഷേ സ്നേഹിക്കപ്പെട്ടവരാൽ ഏറ്റ മുറിവാണോ? Otherwise, your wounds because of your friends. കുടുംബത്തിൽ സ്നേഹിക്കപ്പെട്ടവരാൽ ഏറ്റ മുറിവാണോ? It's because of your friends or dear ones in your family. കർത്താവിന്റെ അടുക്കൽ ചെല്ലുവി. Go to the Lord. കർത്താവ് നിങ്ങളുടെ മുറിവുകളൊക്കെ കെട്ടിത്തരും. Surely He will bind your wounds. അതോ ഒരുപക്ഷേ നിങ്ങൾ ജീവിതയാത്രയിൽ കല്ലുവെട്ടി ശുശ്രൂഷകരായവരെ കല്ലുവെട്ടി മുറിവേച്ചതാണോ? Otherwise, O dear servants of God, you have removed the stones of Zion ഒരു and be നാളും hurt. ശുശ്രൂഷയിൽ മനസ്സും എടുക്കരുത്. Don't be discouraged because of your ministry. നമുക്ക് ഒരു സൈനാധിപനുണ്ട്. Yes, there is a captain of hosts unto us. എന്താണ് ഇപ്പോൾ അബിഗേൽ ദാവീദിനോട് പറയുന്നത്? What Abigail is telling unto David? യജമാനനെ
നീ യഹോവയുടെ യുദ്ധങ്ങളാണ് ചെയ്യുന്നത്. Oh Master, you are doing the wars of your Master. യഹോവ നിന്റെ ജീവനെ അവന്റെ ജീവഭാണ്ഡത്തിൽ കെട്ടിയിരിക്കുക. Yes, the Lord Jehovah has tied your life in his യഹോവ hands. നിനക്ക് വേണ്ടി സ്ഥിരമായൊരു ഗൃഹം പണിയും. He will surely prepare a place, a house for you. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ കയറി പോകാം. Yes, tonight let us all return unto our Lord. എത്ര പേർ യേശുവിന്റെ സാന്നിധ്യം ആത്മാവിൽ അറിയുന്നു? How many of you experience the presence of Jesus? അങ്ങനെയുള്ളവർ ദയവായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച All such, you lift your hands. കർത്താവിന്റെ മുഖത്തെ ധ്യാനിച്ചാൽ You all should meditate the face of നമ്മുടെ Jesus. ഹൃദയാവസ്ഥ ഒന്ന് യേശുവിനോട് പറഞ്ഞാൽ, You tell your state of your heart unto കർത്താവേ, Jesus. ഞാൻ അരിശനും മുറിവേറ്റ മനുഷ്യനുമാ. Oh Lord, I am a wretched and a wounded person. കർത്താവേ, ഞാൻ അരിശനും മുറിവേറ്റ മനുഷ്യനുമാ. Oh Lord, I am a wretched and a wounded person. ഭൂതലത്തിൽ ആർക്കും എന്നെ സഹായിപ്പാൻ സാധ്യമല്ല. Nobody in this earth can help me. എനിക്കറിയാം I know നീ സൈന്യത്തിന്റെ അധിപതിയാണ്. you are the captain of the host. യുദ്ധത്തിൽ വന്ന മുറിവുകളെ കെട്ടിത്തരണമേ. You should able to bind all my wounds in കർത്താവേ, my warfare. നീ ഒരു നല്ല ശമരിയക്കാരനാ. Oh Lord, you are a good Samaritan. യേശുവേ, എന്റെ പിന്മാറ്റത്തെ മാറ്റി തരണമേ. Oh Jesus, heal my backsliding. യേശുവേ, സ്നേഹിതർ വരുത്തിയ മുറിവാ. Oh Jesus, these are the wounds of my ഇന്ന് friends. രാത്രി നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. Oh Jesus, fill me with thy love tonight. കർത്താവേ, കാവൽക്കാർ വരുത്തിയ മുറിവാണ്. Oh Lord, these are the wounds of watchmen. അതെല്ലാം എന്റെ നന്മയ്ക്കാണ്. All these are for my good. കർത്താവേ, എന്റെ ശുശ്രൂഷയുടെ മുഖത്ത് Oh Lord, because of my ഞാൻ ministry, സിയോന്റെ കല്ലുവെട്ടിയപ്പോൾ, I have cut the stones ഞാൻ of Zion. യാഗപീഠത്തിന്റെ വിറകേറിയപ്പോൾ, I have cleaven the woods of അയ്യോ, altar. ഞാൻ ദണ്ഡനമേറ്റവനും മുറിവേറ്റവനുമാണ്. I have been hurt and been ഇന്ന് endangered. രാത്രി നീ എന്നെ സഹായിക്കും. Oh Lord, tonight help me. ഇന്ന് രാത്രി നീ എന്നെ സഹായിക്കും. Oh Lord, help me tonight. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു. How many children of God desire that? ദൈവാത്മാവ് ശക്തിയായി നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ട് The Spirit of God is moving mightily in our midst. കർത്താവ് നിന്നെ കണ്ടുകൊണ്ട്, Yes, the Lord is seeing you. പ്രിയ ദൈവവൈദ്യരേ, Oh dear child of നീ God, ഒരു സാധാരണ മനുഷ്യനല്ല. you are not an ordinary human നീ being. ഒരു രാജാവാണ്. You are a king. ദാവീദ് രാജാവായപ്പോ When David became a ഇതാ king, അവന് ശത്രു വർദ്ധിച്ചു. many enemies came against him. സിംഹം അവന്റെ ശത്രുവായി, A lion became his enemy. കരടി അവന്റെ ശത്രുവായി, A bear became his enemy. ഗോലിയാത്ത് അവന്റെ ശത്രുവായി, A Goliath became his ശൗൽ enemy. അവന്റെ ശത്രുവായി. King Saul became his enemy. എന്താണ് അതിന്റെ രഹസ്യം? What is the secret? ദാവീദ് ഇസ്രായേലിന് രാജാവ്. David became the king of നീ Israel. ദൈവത്തിന്റെ രാജ്യത്തെ പ്രാപിച്ചവനാ. You are being a king of the Lord. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. Yes, let us all praise God tonight. കർത്താവിന്റെ കരം നമുക്ക് ദർശിക്കാം. We can see the mighty hand of God. ആരും അരസപ്പെട്ട മനസ്സോട് ദൈവസന്നിധിയിൽ ഇരിക്കരുത്. Nobody should be watching here and there in the presence ഇപ്പോൾ of God. അലസപ്പെട്ട് ഉറങ്ങി ശാപയോഗ്യരാകാനുള്ള സമയമല്ല. This is not a time for you to sleep and you being cursed. നിന്റെ ആത്മാവ് ദൈവശബ്ദം കേൾക്കുവാൻ വാഞ്ചിക്കുന്ന നാളുകൾ വരും. Yes, the time will come that your spirit will be hungry to hear the voice of ആ God. ദൈവമക്കളുടെയും ദൈവവിശുദ്ധന്മാരുടെയും സാന്നിധ്യം നിന്റെ പ്രാണൻ കൊതിക്കുന്ന നിമിഷം വരും. There will be time when your soul will desire the presence of God and presence of saints. ആകയാൽ ഈ സമയം നിന്റെ ആയുസ്സിന്റെ വിലപ്പെട്ട നാളാ. So these days, this time is a precious time ഈ in your സമയം നിന്റെ lifetime. ആയുസ്സിന്റെ വിലപ്പെട്ട നാളാ. These are the precious time in your lifetime. ഈ രാത്രി ദൈവത്തിങ്കൽ കയറി ചെല്ലുവേ. Tonight will turn unto your Lord. അവൻ നിന്റെ മുറിവുകളെല്ലാം കെട്ടിത്തരും. He will surely heal your wounds. ആ യുദ്ധത്തിൽ മുറിവേറ്റവരെ, Oh, being wounded in your warfare. ആ പിന്മാറ്റത്താൽ മുറിവേറ്റവരെ, Oh, being wounded because of your backsliding. സ്നേഹിതരാൽ മുറിവേറ്റവരെ, Oh, being wounded because of your friends. കാവൽക്കാരാൽ മുറിവേറ്റവരെ, Oh, being wounded because of watchmen. കല്ല് വെട്ടുമ്പോൾ മുറിവേറ്റവരെ, Oh, being wounded because of the moving ഇന്ന് of രാത്രി stones. ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലാം. Tonight, come, return to ഈ the Lord. രാത്രി കർത്താവ് നിന്റെ മുറിവുകളെ കെട്ടിത്തരും. Yes, Lord is binding up your wounds. എത്ര പേർ വചനം വിശ്വസിക്കും? How many believe the word? എത്ര പേർ യേശുവിനെ കണ്ടു? How many see Jesus? എത്ര പേർ യേശുവിനെ കണ്ടു? How many of you are seeing ആ Jesus? കണ്ടവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച Those who are seeing Jesus, lift
your hands. ശബ്ദം പാളയത്തിൽ നിന്ന് കേൾക്കട്ടെ. Yes, only one voice. Let it hear from this camp. ഇന്ന് രാത്രി യേശു എന്റെ മുറിവിനെ കെട്ടു. Yes, tonight my Jesus will heal my wounds. ഞാൻ ചതഞ്ഞ ഓടയാൽ. Yes, I am a broken reed. യേശു എന്റെ മുറിവിനെ കെട്ടു. Surely Jesus will bind my ഞാൻ wounds. പുകയുന്ന തിരിയാ. Yes, I am a smoking flame. യേശു എന്നെ ആളി കത്തിക്കും. Yes, surely Jesus will keep me. യേശു ജീവിക്കുന്നു. Yes, my Jesus അതുകൊണ്ട് liveth. ഞാനും ജീവിക്കുന്നു. Because of that I too liveth. ആത്മാവ് ഹൃദയത്തെ ഉണർത്തട്ടെ. Let the Spirit revive your hearts. ഓ, നിനക്കൊരു സൈനാധിപനുണ്ട്. Yes, there is a captain of hosts for നിന്റെ you. പ്രാണനെ കാത്തുകൊള്ളും. He will be responsible for your soul. പുറപ്പെട്ട് യുദ്ധങ്ങളെ ചെയ്യുവേ. You go forward and do his battle. നീ പുറപ്പെട്ട് യുദ്ധങ്ങളെ ചെയ്യുവേ. You go forward and do his battle. നിന്റെ ഉത്തരവാദിത്തം ദൈവത്തിനാ. Your responsibility belongs നിന്റെ to the Lord. ജീവപാണ്ഡത്തിൽ കെട്ടിയിരിക്കുക. Your life is being held in his hands. വിശ്വാസത്തോടെ കാലടികൾ മുൻപോട്ട് വയ്ക്കവേ. Believing you step forward. വിറക് കീറുന്നവർക്ക് ദണ്ഡനം ഉണ്ടാകും. Yes, surely those who cleave the wood will be attention. കല്ല് വെട്ടുന്നവർ മുറിവ്. Those who remove the stone shall be hurt. ഒരിക്കലും മനസ്സ് മടുക്കരുത്. Oh, your heart should not be discouraged. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. Yes, the Lord who has called you is faithful. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. Yes, the Lord who has called you is faithful. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. The one who has called you is faithful. മനക്ലേശത്താര് ഗംഗേളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ മനക്ലേശത്താര് ഗംഗേളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ Hallelujah. Hallelujah. Praise the Lord. Amen. Hallelujah. 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 Stotram. Sagarate,
ഒരുത്തവനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ,